ഹല്ലേലൂയ. അതുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് പ്രതി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ ബൈബിളിൽ വലിയ ഒരു അത്ഭുതത്തിൻ്റെ ഒരു താക്കോലാണ് ദാഹം. ആരെല്ലാം ദാഹിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരും അപ്പച്ചമാരും അങ്കിൾമാരൊക്കെ ഉണ്ട്. നിങ്ങളിൽ ആരാണ് ദാഹത്തോടെ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുക? ആരാണ് കർത്താവിന് വേണ്ടി ദാഹിക്കുന്നു? എത്ര വലിയ വ്യക്തിയാണെങ്കിലും ശുഭലും കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന വ്യക്തികളിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ദാഹിക്കുന്ന വ്യക്തികളിൽ കർത്താവ് തൻ്റെ ശക്തി പകരും, അവർ സ്പർശിക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. എന്നാൽ 14-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യം പറയുന്നുണ്ട്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന വിവേകികളുണ്ടോ, തന്നെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടെ നിന്ന് ആരായുകയാണ്. തന്നെ തേടുന്ന, തൻ്റെ സാന്നിധ്യം തേടുന്ന, തൻ്റെ ശക്തിയെ തേടുന്ന, തൻ്റെ അഭിഷേകം തേടുന്ന വ്യക്തികളുണ്ടോ എന്ന് കർത്താവ് നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശുശ്രൂഷയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രിയപ്പെട്ട ജസ്റ്റിൻ ബ്രദറിനെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരുന്ന അഭിഷേകവും വചനവും ദാഹത്തോടെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. നമ്മുടെ മനോഭാവമാണ് കർത്താവ് നോക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ദാഹവും നമ്മുടെ വിശ്വാസവും ഒന്നിച്ചു ചേരണം. ഹല്ലേലൂയ. അതുകൊണ്ട് വലതുകരമുയർത്തി പ്രിയപ്പെട്ട ജസ്റ്റിൻ ബ്രദറിനെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ സമർപ്പിക്കാം. ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളെ സമർപ്പിക്കാം. കാലഘട്ടത്തിൽ കർത്താവ് ഓരോ വ്യക്തികളുടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുത പ്രവർത്തികൾക്ക് നാം നന്ദി പറയാം. എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളോട് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചൊരിയുന്നത്, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, നമുക്ക് കർത്താവ് ചെയ്തുന്ന എല്ലാ നന്മകൾ, ആ ദൈവ പ്രവൃത്തിയുടെ വലിയ കനലുകൾ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലുണ്ട്. അതെല്ലാം ഇന്ന് പൊടിതട്ടിയെടുക്കാം. കർത്താവ് പ്രവർത്തിച്ച നിരവധിയായ അത്ഭുതങ്ങളോട് നന്ദി പറഞ്ഞ് ഇതെല്ലാം ശുശ്രൂഷകളെയും കർത്താവിൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയെ ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ വില കൊടുത്ത ദൈവപിതാവിൻ്റെ പ്രിയപ്പെട്ട മകൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ സമയം നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഈ 1 മണിക്കൂർ സ്വർഗം നമ്മെ സന്ദർശിക്കുവാനും നമ്മുടെ ജീവിതങ്ങളിൽ യഥാർത്ഥ ക്രിസ്ത്യാനുകരണം, യേശുവിൻ്റെ സാന്നിധ്യം നിറയുവാൻ നമുക്ക് വലിയ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഇത് സ്വർഗം ഒരുക്കിയൊരു സമയമാണ്. നമ്മളൊരു ചെറിയ കൂട്ടായ്മയാണ് എങ്കിലും കർത്താവ് അറിയാതെ നമ്മളിവിടെ വരികയില്ല. കർത്താവാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് നൽകിയിരിക്കും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമ്മുടെ സകല മേഖലകളെയും സമർപ്പിക്കാം. നമ്മുടെ കുടുംബജീവിതം, മക്കൾ, ജീവിത പങ്കാളി, നമ്മുടെ ഇപ്പോൾ കുടുംബത്തെ വേദനിപ്പിക്കുന്ന അവസ്ഥകൾ എല്ലാം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലതുകരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് വലിയ സ്നേഹത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. സന്തോഷമാണോ? എനിക്കും വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിലുള്ള സ്ഥലമാണ്. പല പ്രാവശ്യം ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ പെന്തക്കോസ്ത ദിനത്തിൽ ഇവിടെ വരാൻ സാധിച്ചിട്ടുണ്ട്. ഒരുമിച്ചായിരിക്കാൻ സാധിച്ചു. ഒത്തിരി അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പരസ്പരം കാണാൻ സാധിക്കണം. അതാണ് ഓരോ ശുശ്രൂഷയിലൂടെയും കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. നമുക്ക് പരസ്പരം സ്വർഗത്തിൽ വെച്ച് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിതെല്ലാം വ്യർത്ഥമാണ്. പ്രിയ സഹോദരി, പ്രൈസ് ദി ലോർഡ്. എവിടെയാ ശരിക്കും വീട്? കൈനഗിരി. അവിടുന്ന് കുറച്ച് വഴിയുണ്ടല്ലോ അവിടേക്ക്.
ഓക്കെ, വെരി ഗുഡ്. സഹോദരി കൈനഗിരി എന്നാണ് പ്രദേശം. ഞങ്ങൾ മെഡ്ജിഗുറിയ കഴിഞ്ഞ മെയ് മാസത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഫാദർ പ്രസാദ് അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ കഴുത്താണ്. അപ്പോൾ സഹോദരി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് ഒരുക്കിയ സമയം. നമുക്ക് ഒരുമിച്ചായിരിക്കാം. നമുക്കൊരു നിമിഷം കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കാം. നമ്മുടെ ഹൃദയങ്ങളെല്ലാം നമുക്ക് തുറക്കാം. പ്രത്യേകിച്ച് അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷയുമായി പോകുമ്പോൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്ന ഒറ്റൊരു കാര്യം, കർത്താവ് കൃപ വർഷിക്കും, യാതൊരു സംശയവുമില്ല. കർത്താവ് അറിയാതെ, പ്രത്യേകിച്ച് ബേബി സിംബദർ എന്നെ വിളിക്കുമ്പോൾ എനിക്കറിയാം കർത്താവ് അറിയാതെ എന്നെ വിളിക്കുകയില്ല. കർത്താവാണ് നിയോഗിക്കുന്നത്, ഞാൻ അയോഗ്യ പാത്രമാണ്. പക്ഷെ എന്നെ നിയോഗിച്ചിരിക്കുന്നത് കർത്താവായതുകൊണ്ട് എന്നിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും നൽകുവാൻ കർത്താവ് മതിയായവനാണ്. വിശ്വസിക്കുന്നവരുടെ കരങ്ങൾ എത്തി പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് സ്വർഗത്തിൻ്റെ സമയമാണ്. ഇത് നമ്മളിത് പിടിച്ചെടുക്കണം. ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു. ഈ ഒരു മണിക്കൂറിൽ ദൈവം തൻ്റെ ആത്മാവിനെ ഇവിടെ അയക്കും. ദൈവം തൻ്റെ വചനം അയക്കും. നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുക. നമ്മുടെ ഭവനങ്ങളിലേക്ക് യേശു ഇറങ്ങി വരും, അത്ഭുതകരമായി ഇറങ്ങി വരും. ഞാൻ കണ്ടിട്ടുള്ളൊരു വേദന ഇതാണ്. അനേക വ്യക്തികൾ ശുശ്രൂഷയിൽ പങ്കെടുക്കും, എന്നാൽ അവരുടെ ജീവിതങ്ങളെ പിശാച് നിരാശ കൊണ്ടും ദുഃഖം കൊണ്ടും ഹൃദയത്തെ മുറുക്കിയിരിക്കുകയാണ്. അവരുടെ ജീവിതങ്ങളെ കർത്താവിനായി വിട്ടുകൊടുക്കാതെ അവർ ആ മാക്സിമത്തിൽ ശ്രമിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഊരിപ്പോരാൻ. പക്ഷെ ഹൃദയം തുറന്നു കൊടുത്തിട്ടില്ല. പരിശുദ്ധാത്മാവിനായി ഹൃദയം തുറന്നു കൊടുക്കാതെ യേശു നമ്മിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അമിതമായ ദുഃഖവും ഉത്കണ്ഠയും ഈ കാലഘട്ടത്തിലെ ഒരു തിന്മയാണ്. അമിതമായ സ്വാർത്ഥതയും അമിതമായ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒരു തിന്മയാണ്. അതുകൊണ്ട് വളരെ ഫ്രീ ആവുക. കർത്താവിന് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, നമ്മുടെ ശക്തി കൊണ്ടല്ല നമ്മൾ വിജയിക്കാൻ പോകുന്നത്, നമ്മുടെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലാണ്. സൈന്യബലത്താലല്ല, സക്രിയ 4:6, സൈന്യബലത്താലല്ല, കരബലത്താലല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാലല്ല, നമ്മുടെ ബന്ധങ്ങളുടെ ശക്തിയാലല്ല, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ശക്തിയാലല്ല, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തീ പോലെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന സകല വലിയ പ്രതിസന്ധിയിൽ നിന്നും ചെറിയവയിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ച് ഒരു കഴുകനെ പോലെ ചിറകടിച്ചുയർന്ന് നമ്മെ മാത്രമല്ല അനേകർക്ക് നമ്മളൊരു അനുഗ്രഹമാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് സാധ്യമാണ്. ഇത് വിശ്വസിക്കുന്നവർ 2 കരം ഉയർത്തി വിളിച്ചേ, യേശുവേ യേശുവേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹൃദയങ്ങൾ ഫ്രീ ആകുക. ഒരു ദുഃഖവും വേണ്ട. കരയാൻ സാധിക്കുന്നത് കരഞ്ഞുകൊള്ളുക. അഭിഷേകം വരുമ്പോൾ ചിലപ്പോൾ കരയാൻ പറ്റും, കരഞ്ഞുകൊള്ളുക, ഒരു കുഴപ്പമില്ല. പക്ഷേ സങ്കടം വേണ്ട, പ്രയോജനമില്ല. ദുഃഖം വേണ്ട. എന്ത് സംഭവിക്കും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, നാളെ എന്തായിരിക്കും, ചിന്ത വേണ്ട. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ഒരു മുഴമെങ്കിലും നമുക്ക് കൂട്ടാൻ സാധിക്കുമോ? മത്തായി 6:27. ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. കർത്താവ് സർവശക്തനാണ്. ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവ് നമ്മിലേക്ക് ഇത് കടന്നു വരാൻ പോവുകയാണ്. ഓരോ വചനത്തിലൂടെയും. വെളിപാട് 3:19 ഹൃദയ തുറവിയോടെ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുക. വളരെ ഫ്രീ ആകുക. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഫ്രീ ആയ ആത്മാവിൽ, സ്വാതന്ത്ര്യമുള്ള ആത്മാവിലേക്കാണ് ദൈവം തൻ്റെ എല്ലാ കൃപകളും കൊടുക്കുന്നത്. മറ്റൊരു കാര്യം, ചിലപ്പോൾ വീണുപോയ വ്യക്തികളായിരിക്കാം. നമ്മൾ ഇന്നലെ വരെ ചിലപ്പോൾ കർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നിരാശപ്പെട്ടു പോകരുത്, വിഷമിച്ച് പോകരുത്. കർത്താവ് പറ്റിപ്പോയല്ലോ, ഞാൻ അങ്ങേ വേദനിപ്പിച്ചല്ലോ കർത്താവേ. നിരാശ വേണ്ട, അനുതാപമാണ് വേണ്ടത്. കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുക, കർത്താവേ തെറ്റുപറ്റി, മാപ്പ്. ഇവിടെ ഏറ്റവും അധികം വിശുദ്ധിയോൽ വന്നിട്ടുള്ള വ്യക്തിയെക്കാളും കൂടുതൽ കർത്താവ് സ്നേഹിക്കുന്നത് ഏറ്റവും അധികം അനുദപിക്കുന്ന വ്യക്തിയായിരിക്കും. ഇപ്പോൾ ഒരു അഭിഷേകം വരുന്നുണ്ട്. 2 കരം ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഈ മക്കളെ ഹൃദയങ്ങളെ തുറക്കണമേ. കം ഹോളി സ്പിരിറ്റ്. അനുതാപത്തിന്റെ ആത്മാവായി വ്യാപരിക്കണമേ. ഹൃദയങ്ങളെ പരിശുദ്ധാത്മ ചലിപ്പിക്കണമേ. ഹൃദയങ്ങളെ ചലിപ്പിക്കണമേ. ലോർഡ് അനോയിന്റിംഗ് ഗ്ലോറി. സകല കെട്ടുകൾ അഴിയട്ടെ, കുരുക്കുകൾ അഴിയട്ടെ. പൈശാചിക പീഡകൾ, അവിശ്വാസ ചിന്തകൾ, നിരാശയുടെ ബന്ധനങ്ങൾ, പാപ പൈശാചിക പീഡകൾ മാറിപ്പോകട്ടെ. ദൈവശക്തി ഇറങ്ങട്ടെ. Lord, fire of the Holy Spirit. Hallelujah.
യേശുവെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു യേശുവെ ആരാധിക്കുന്നു. ഫ്രീ ആയി കരമടിച്ച്, വളരെ ഫ്രീ ആയി എല്ലാം മറന്ന ദൈവത്തെ ആരാധിക്കുകയാണ്. ഞാനും എൻ്റെ കർത്താവും ആ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് കരമടിച്ച് യേശുവിനെ ആരാധിച്ച്, കർത്താവേ ഭൂതഗണങ്ങളോട് ചേർന്ന് അങ്ങിപ്പോൾ ഇറങ്ങി വരണമേ, ഈ ഇറങ്ങി വരണമേ. ചെത്തിപ്പുഴ മൗണ്ട് കാർമൽ സെന്ററിലേക്ക് അങ്ങ് കടന്നു വന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ. അഭിഷേകം പകരുന്ന കാറ്റേ, ഊഹായ പാവന കാറ്റേ, ഹല്ലേലൂയ. അഭിഷേകം പകരുന്ന കാറ്റേ, ഊഹായ പാവന കാറ്റേ, ദാഹത്തോടെ ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ. ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ അഗ്നിയായി മാറ്റണമേ. അഭിഷേകം പകരുന്ന കാറ്റേ, റുഹായ പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, റുഹായ പാവന കാറ്റേ. ഇരുവശങ്ങൾ കൈകളടിച്ച് ആത്മാവിൽ കർത്താവിനെ ആരാധിച്ച്, ഈ സമയം നമ്മുടെ ഭവനങ്ങളിലേക്ക് യേശു കടന്നു വരുന്ന സമയം, നമ്മൾ ഹൃദയത്തുറവിയോടെ യേശുവിനെ ആരാധിക്കുമ്പോൾ യേശു നമ്മുടെ വേദനകളിലേക്ക് കടന്നു വരുന്നു, രോഗപീഠകളിലേക്ക് കടന്നു വരുന്നു, കുടുംബാന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നു. വിദേശങ്ങളിൽ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ മക്കളെ കർത്താവ് സ്പർശിക്കുന്നു. ഈ ദേശത്തിന് മേൽ കർത്താവ് ഇതാ കരം നീട്ടുന്നു. കർത്താവേ, ഈ ദേശത്തിന് മേൽ അങ്ങ് കരം നീട്ടി അനുഗ്രഹിക്കണമേ. കരമടിച്ച് പ്രവാചകൻ വചനം ഘോഷിച്ചപ്പോൾ ജീവൻ പകർന്ന കാറ്റേ, പ്രവാചകൻ വചനം ഘോഷിച്ചപ്പോൾ ജീവൻ പകർന്ന കാറ്റേ, അസ്ഥികൾ കിരുകിര ശബ്ദത്തോടെ സൈന്യമായി നിരന്നതുപോലെ, അസ്ഥികൾ കിരുകിര ശബ്ദത്തോടെ സൈന്യമായി നിരന്നതുപോലെ വീശണമേ വീണ്ടും, പരിശുദ്ധാത്മാ വീശണമേ, വീശണമേ വീണ്ടും, രോഗികളെ മേൽ വീശണമേ, വീശണമേ വീണ്ടും, വേദനകളെ ഏറ്റെടുക്കണമേ, അഭിഷേകം പകരുന്ന കാറ്റേ, ഉത്കണ്ഠകളെ ഏറ്റെടുക്കണമേ, പാവന കാറ്റേ, ഹല്ലേലൂയ, അഭിഷേകം പകരുന്ന കാറ്റേ, ആത്മാവേ, ഊഹായ പാവന കാറ്റേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം ഇറങ്ങുന്നു. ഹല്ലേലൂയ ഗ്ലോറി. ഹല്ലേലൂയ. കരമേറ്റി സ്തുതിക്കട്ടെ, ആരാധിക്കുക. ജീവിക്കുന്ന ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വരുന്ന സമയം. അഭാപിതാവേ ആരാധന, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ആരാധിക്കുന്ന പിതാവേ, ആരാധിക്കുന്ന ഈശോയെ, ആരാധിക്കുന്ന ഈശോയെ, ആരാധിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അത്ഭുത ശക്തി ഞങ്ങളുടെ ശരീരത്തിന്മേൽ തീ പോലെ ഇറങ്ങി വരട്ടെ. വ്യക്തിപരമായി ഈ കൂട്ടായ്മയിലെ സകല മക്കളെയും അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. വാതിലുകൾ തുറന്നു കൊടുക്കണമേ. ഗ്ലോറി 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 പരിശുദ്ധാത്മാവേ. ഗ്ലോറി ഗ്ലോറി പരിശുദ്ധാത്മാവേ, ഗ്ലോറി പരിശുദ്ധാത്മാവേ, ഗ്ലോറി പരിശുദ്ധാത്മാവേ, ഗ്ലോറി പരിശുദ്ധാത്മാവേ, ഗ്ലോറി പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങളും യാചനാ രൂപത്തിൽ പിടിക്കുക. അനേക വ്യക്തികളിൽ നിന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ മടുപ്പിൻ്റെ ദുരാത്മ മാറുകയാണ്. ശക്തിയോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് അനേക മക്കൾ ഈ സമയം അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഒരു മകനെക്കുറിച്ച് ഒത്തിരി വേദനയോടെ വന്നിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നുണ്ട്. എല്ലാ ഭാരങ്ങളും കർത്താവിന് വിട്ടുകൊടുക്കുക. ഇപ്രകാരം ഏറ്റു പറയുക, കർത്താവായ യേശുവേ. പോരെ ശബ്ദം ഉയർത്തി, കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ അങ്ങയെ ഏറ്റുപറയുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തെ സമ്പൂർണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ മേലുള്ള ചങ്ങലകളെ അങ്ങ് പൊട്ടിക്കണമേ. പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ. എന്നിലുള്ള ആകുലതകൾ, ഭയം, അപകർഷബോധം, നിരാശ, ദുഃഖങ്ങൾ, രോഗപീഠകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കുടുംബ പ്രതിസന്ധികൾ, എല്ലാ പ്രതിസന്ധികളിലേക്കും ഈശോയെ അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതങ്ങളിൽ യേശു ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുക. അസാധ്യങ്ങളെ സാധ്യമാകുക. അനേക വ്യക്തികളുടെ മേൽ കർത്താവ് ഒരു വചനം അയക്കുകയാണ്. ന്യായാധിപർ 15:14. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീർന്ന് കെട്ടുകൾ അറ്റുവീണു. പ്രിയപ്പെട്ടവരെ, സാംസന് ഒരു പ്രതിസന്ധി ഉണ്ടായി. അവൻ വെറുതെ ഇരുന്നില്ല. അവൻ നിലവിളിച്ചു. ദൈവം തൻ്റെ ആത്മാവിനെ വർഷിച്ചു. അവൻ്റെ മേൽ ശത്രു വെച്ചിരുന്ന എല്ലാ മുഖങ്ങളും തകർക്കപ്പെട്ടു. പിശാച് നമ്മുടെ മേൽ മുഖം വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ രോഗമായിരിക്കാം, നിരാശ, ദുഃഖം എല്ലാം ആയിരിക്കട്ടെ. എന്നാൽ ആത്മാവ് വരുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. ആത്മാവ് തീ പോലെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ സ്വതന്ത്രമാക്കപ്പെടും എന്നുള്ള വിശ്വാസത്താൽ ഞാൻ സ്തുതിക്കുന്നില്ല. സമൂഹം മാത്രം ഭാഷാപരമുള്ള ഒരു ഭാഷാപരത്തിൽ അല്ലാത്തവർ യേശു നാമം വിളിച്ച് നിലവിളിക്കാൻ പോവുകയാണ്. നിലവിളിക്കുന്നവരുടെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കും. ഹൃദയത്തുറവിയുടെ അടയാളമാണ് അധരം തുറക്കുന്നത്. 2 കരമേറ്റി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റേഖാ ഭാഷാ ഖബറഖറിയ, ഗ്ലോറി. റേഖാ ഭാഷാ ഖബറഖറിയ, റേഖാ ഷാ ഖബറഖറിയ. സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. മാലാഖമാർ ഇറങ്ങി വരുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ഓ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം തീ പോലെ സകല മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നു. ഈ സമയം രോഗികളെ സ്പർശിക്കണമേ. ബന്ധിതരെ വിമോചിപ്പിക്കണമേ. അടഞ്ഞ വാതിലുകൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. ഈ കൂട്ടായ്മയുടെ മേലുള്ള സകല കുരുക്കുകളും അഴിയട്ടെ. കർത്താവേ, ചങ്ങനാശ്ശേരി രൂപതയെ അഭിഷേകം ചെയ്യണമേ. ശക്തിയോടെ അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മയെ അഭിഷേകം ചെയ്യണമേ. ഈ ധ്യാന സെന്ററിന് അഭിഷേകം ചെയ്യണമേ. ഇന്ന് കടന്നു വന്നിട്ടുള്ള സകല മക്കളിലേക്കും ദൈവത്തിൻ്റെ കൃപ സമർത്ഥമായി നിറയട്ടെ, 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 നിറയട്ടെ. സകല മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശു നാം മക്കളില്ലാത്ത ഒരു ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഇവിടെയുണ്ട്. മക്കളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായി കർത്താവ് കാണിക്കുന്നു. യേശുവേ നന്ദി, ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പോരെ ശക്തിയോട് വിളിച്ചേനെ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. കരങ്ങൾ കുപ്പിപ്പിടിക്കാം. അനേകം വ്യക്തികളിലേക്ക് കർത്താവിൻ്റെ കൃപ പകരപ്പെടുകയാണ്. ആത്മീയമായും ഭൗതികമായും ഒത്തിരി നിയോഗങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ജോലി മേഖലയിൽ കർത്താവ് അത്ഭുതകരമായൊരു മകന് ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഉദരസംബന്ധമായ ഒത്തിരി വേദനയോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയം സൗഖ്യമാക്കുന്നുണ്ട്. കണ്ണുകൾക്ക് അലർജി, കാഴ്ചക്കുറവുള്ള 3 മക്കളെ കർത്താവ് ഈ സമയം സ്പർശിക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ പെയിൻ, അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാത്ത ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയം സ്പർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയെ കർത്താവ് വളർത്തുമെന്ന് സന്ദേശം നൽകുന്നു. നമുക്ക് തീഷ്ണതയോടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ കുപ്പിപ്പിടിക്കാം. പരിശുദ്ധ പരമദിവ്യകാനീശോയ്ക്ക് നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പെട്ടെന്ന് പോകാം. താങ്ക് യു ബദൻ. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഇതാണ്.
നമുക്കറിയാം, ദീപപുത്രൻ നേരത്തെ പറഞ്ഞു വിശ്വാസത്തിൻ്റെ ശക്തി. ദീപപുത്രൻ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നിടത്ത് നന്ദി പറയുകയാണ് കർത്താവിന്. ദീപപുത്രൻ ഒരു എൻജിനീയറാണ്, 3 മക്കളുടെ അപ്പച്ചനാണ്. എങ്കിലും ജോലി സാധ്യതയൊക്കെ ഉണ്ടായിട്ടും കർത്താവിനെ കണ്ടുമുട്ടി അന്ന് മുതൽ ഫുൾ ടൈമറാണ് കർത്താവിന് വേണ്ടി സഭയോട് ചേർന്ന്, ഞങ്ങളുടെ പിതാക്കന്മാരോട് വൈദികരോട് ചേർന്നുള്ള കൂട്ടായ്മയിൽ ദീപ് സഹോദരൻ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ അതിനോർത്ത് കർത്താൻ നന്ദി പറയുകയാണ്. പക്ഷെ ദീപ് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഒന്നുകൂടി ക്ലിയർ ആക്കിയാണ്. നിമിഷ എന്ന സഹോദരി പ്രാർത്ഥിച്ചു. പക്ഷേ ആ നിമിഷ എന്ന സഹോദരിക്ക് 9 വർഷമായി കുഞ്ഞുങ്ങളില്ല, ഭർത്താവ് കടുത്ത മദ്യപാനിയാണ്, വീട്ടിൽ പട്ടിണിയാണ്. പക്ഷേ ആ സഹോദരി മുൻപേ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞാനൊരു കാര്യം തിരുത്തുകയാണ്. കാരണം എന്നിലുള്ള വിശ്വാസമല്ല, ആ വ്യക്തി കർത്താവിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഏതൊരു വ്യക്തിയും ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ സഹോദരി കർത്താവ് കുഞ്ഞുങ്ങളെ നൽകിയിരിക്കും. കാര്യങ്ങളെത്തി പറഞ്ഞ് ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ പ്രിയപ്പെട്ടവരെ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. എന്നാൽ ഏതൊരു വ്യക്തിയാണോ കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി അതിശക്തമായി ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കും, ആ വ്യക്തിയെ കർത്താവ് ഉപയോഗിച്ചിരിക്കും, ആ വ്യക്തിയെ കർത്താവ് അനുകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഇതൊരു രഹസ്യം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രത്യേകമായി ശുശ്രൂഷയിലൂടെ നമ്മോട് സംസാരിക്കുന്നത് കർത്താവുമായിട്ടുള്ള ഒരു വാസത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ വിളിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ആത്മീയ ലോകം ഭൗതികതയുടെ ഒരു പിന്നിലൂടെയാണ് പോകുന്നത്. ആവശ്യങ്ങൾ നടക്കുന്ന ഒരു കാര്യങ്ങളിലൊക്കെ വളരെ വളരെ അധികം തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും എന്തു വിധത്തിലും ത്യാഗത്തോടുകൂടി പ്രാർത്ഥിക്കും. എന്നാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വീഴ്ച വരികയും ചെയ്യുന്ന ഒരു പ്രതിസന്ധി ഈ കാലഘട്ടത്തിലുണ്ട്. എന്നാൽ ഞാൻ ചിന്തിക്കുകയാണ്, വിശ്വസിക്കുന്നു, ചങ്ങനാശ്ശേരിയിൽ ഇന്ന് വന്നിട്ടുള്ള നമ്മൾ ഓരോരുത്തരെയും കർത്താവ് സ്പെഷ്യലുകളായി കാണുകയാണ്. കരങ്ങളെത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് സ്പെഷ്യലായി നമുക്ക് എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ, അതുപോലെ തന്നെ മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലും കർത്താവ് അവിടെ 5 അപ്പം വീതിച്ച് കൊടുത്ത് 10,000 കൊടുക്കുന്നുണ്ടല്ലോ, 6:30 മുതലുള്ള വാക്യത്തിൽ. അപ്പോൾ ആ ജനത്തിന് എന്താണ് പ്രത്യേകത ഉണ്ടായിരുന്നത്? ആ കർത്താവ് ഒരു വിജന പ്രദേശത്തേക്ക് പോകുകയായിരുന്നു, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ജനം യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ജനം എന്തു ചെയ്തു? വായിച്ചിട്ടുണ്ടായിരിക്കും, ജനം യേശുവിനെ കാണാൻ കരയിലൂടെ ഓടി എന്നാണ് മാർക്കോസ് 6:33 വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. വലതുകരം എത്തി പറഞ്ഞോ ഹല്ലേലൂയ. ജനം യേശുവിനെ കാണാൻ ഓടുന്നു. ആലോചിച്ചിരിക്കുന്നു. അതായത് ജനം യേശുവിനെ കാണുന്ന സന്ദർഭം ചിലപ്പോൾ ജോലി ചെയ്യുന്ന സമയമായിരിക്കും, കുട്ടികളെ നോക്കുന്നവരായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം അവർ ഉപേക്ഷിക്കുകയാണ്. അമ്മമാർ കുഞ്ഞുങ്ങളെ കൈകളിലെടുത്തു, വയസ്സായവർ അവരുടെ ക്ഷീണം അടുപ്പെല്ലാം മാറ്റി, രോഗികൾ പോലും കിടക്കുന്ന ചാടി എഴുന്നേറ്റു. പ്രിയപ്പെട്ടവർ, ജോലിക്കാർ ജോലി നിർത്തി. പ്രിയപ്പെട്ടവർ, അവരെല്ലാം ഒരൊറ്റ ലക്ഷ്യം. എന്താണ് ആ ലക്ഷ്യം? യേശു. അവർക്ക് പറയാം, എന്താണ് ലക്ഷ്യം? യേശു. യേശു എന്ന ലക്ഷ്യത്തിലേക്ക് അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ഹൃദയത്തിൽ ഒരു നന്മ ഉറപ്പിച്ചു. എന്താണ്? ഇവരെ ഞാൻ വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ല. കരങ്ങളെത്തി പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തിന് ഹല്ലേലൂയ. ഇപ്പോൾ ഒരു അഭിഷേകം വരുന്നുണ്ട്. കരമേറ്റിന്ന് പറഞ്ഞ ശക്തിയോടെ ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള സന്ദേശമാണത്. എന്താണ്? നിങ്ങളെ വെറും കൈയോടെ കർത്താവ് പറഞ്ഞയക്കില്ല. ഭയങ്കരത്തിലാണല്ലോ ഫ്രീ ആയ ഇവിടെ ഞാൻ അങ്ങോട്ട് വരാൻ തോന്നണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖമാണ് എനിക്കിഷ്ടം. സന്തോഷമാണോ? വീട്ടിലൊക്കെ സുഖമാണോ? വിഷമിച്ചിരിക്കരുത് കേട്ടോ. നമ്മുടെ കർത്താവ് വലിയവനാണ് അല്ലേ? ഓക്കെ. ഓക്കെ, എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷം. അപ്പോൾ യേശു അവിടെ എന്താണ് തീരുമാനിച്ചത്? മനസ്സിൽ ഉറപ്പിച്ചു. എന്താണ് ഉറപ്പിച്ചത്? ഇവരെ ഞാൻ വെറും കൈയോടെ കാരണം ഇവർ വില കൊടുത്തു. വീട്ടിൽ ഇഷ്ടംപോലെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവരെ വില കൊടുത്ത് ഞാൻ കയറി നിൽക്കാം. വില കൊടുത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ വെറും കൈയോടെ പറഞ്ഞയക്കാൻ പറ്റില്ല. അതാണ് യേശു അവർക്ക് എന്ത് കൊടുത്തു?
സ്പെഷ്യൽ ബ്ലെസ്സിങ് കൊടുത്തു. അവർക്ക് അപ്പം മുറിച്ചു കൊടുത്തു, 5 അപ്പം മുറിച്ചു കൊടുത്തു. അവർക്ക് ആവശ്യമുള്ള വചനം കൊടുത്തു. അവരെ കർത്താവ് അനുകമ്പയോടെ വീക്ഷിച്ചു. അവരിലുള്ള രോഗികളെ യേശു സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവർ, യേശു സ്പെഷ്യലായി അവരെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കാരണമുണ്ട്. അവർക്ക് യേശുവിനോട് ഒരു സ്പെഷ്യൽ സ്നേഹം ഉണ്ടായിരുന്നു. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ കർത്താവ് ആരെയാണ് സ്നേഹിക്കുന്നത്? കർത്താവുമായിട്ടുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളെയാണ് കർത്താവ് മാനിക്കുന്നതും സ്നേഹിക്കുന്നതും. പ്രാർത്ഥിച്ചാൽ നടക്കും, അത് യാശംശമില്ല. എന്നാൽ ബന്ധം അത് വേറെയാണ് പ്രിയപ്പെട്ടവരെ. ആ ബന്ധത്തിലേക്കാണ് ചെത്തിപ്പുഴയിലുള്ള ഈ കൂട്ടായ്മയിലുള്ള നമ്മൾ ഓരോരുത്തരെയും കർത്താവ് വിളിക്കുന്നത്. ആ ബന്ധത്തിലേക്കാണ്. അത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ കടന്നു വരികയുള്ളൂ. ആ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞുണ്ടല്ലോ, നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ അനുഭവിക്കാത്ത ഒരു ആനന്ദത്തിലേക്കും സമാധാനത്തിലേക്കും, ലോകത്തിന് സമാധാനമല്ല, യേശുവിൻ്റെ സ്നേഹവും ആനന്ദവും നമുക്ക് പകർന്നു കിട്ടിയാൽ അത് പരിശുദ്ധാത്മ വഴിയാണ് ലഭിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ഡിഫറൻ്റ് ആയിരിക്കും. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. പുറപ്പാട് 33:14 വചനം. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അങ്ങ് എൻ്റെ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജനവും ഈ ലോകത്തിലുള്ള എല്ലാവരിലും വിട്ട് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ചങ്ങനാശ്ശേരിയിലുള്ള നമ്മൾ ഓരോരുത്തരും കർത്താവിന് മുമ്പിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ലോകത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളും ഈ ലോകത്തിൻ്റെ യഥാർത്ഥ വ്യത്യസ്തരായ നമ്മൾ യഥാർത്ഥ ആത്മീയ പൈതങ്ങളായി മറ്റുള്ളവർ നമ്മെ കാണുന്നത്. അതുകൊണ്ട് ആ സഹവാസത്തിലേക്ക് നമ്മെ വിളിക്കുകയാണ് യോഹന്നാൻ. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കണം. ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ വലതുകരം ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അതിനുള്ള കർത്താവിൻ്റെ താക്കോലാണ് പരിശുദ്ധൻ നൽകാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അത് ശ്രദ്ധിക്കുക. അതൊരു വാസത്തിലൂടെയാണ് വരുന്നത് പ്രിയപ്പെട്ടവരെ. സഹവാസം, ഫെലോഷിപ്പ്. 2 കൊറിന്തോസ് 13:13 വചനം എടുക്കണ്ട കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇതൊരു പഠന ക്ലാസ് അല്ല. എന്താണ്? ഇതൊരു ശുശ്രൂഷയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനല്ല സംസാരിക്കുന്നത്. എന്നിൽ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും പഠിച്ചു വന്നിട്ടില്ല. ഇവിടെ എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് പകരുന്നു, എൻ്റെ അതരത്തെ ഉപയോഗിക്കുന്നു. ഈ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദാഹത്തോടെ അത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ഈ വചനം പഠിച്ചിട്ടല്ല അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. കാര്യങ്ങൾ എഴുതി പറഞ്ഞു ഹല്ലേലൂയ. ഇതൊരു അഭിഷേകം വരുന്നു. ഹല്ലേലൂയ. ലൂക്ക 1:41 വചനം ശ്രദ്ധിക്കുക. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധം നിറഞ്ഞവളായി മാറി. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, എലിസബത്ത് അവിടെ ഭയങ്കര വേദനയിലായിരുന്നു. ലൂക്ക 1:24 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടുകയായിരുന്നു. എന്നാൽ മറിയം ചെന്ന് അവിടെ എന്തെങ്കിലും വചനപ്രഘോഷം നടത്തിയോ? ഇല്ല. മറിയം ചെന്ന് എന്തെങ്കിലും ധ്യാന പരിപാടി നടത്തിയോ? ഒന്നിച്ച് മറിയം ചെന്നു അവിടെ ചെന്ന് എന്താ വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആൻറ്റി എന്നായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എലിസബത്തിൻ്റെ മേലും എലിസബത്തിൻ്റെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിൻ്റെ മേലും ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തലമുറയിലേക്ക് അഭിഷേകം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊരു അഭിഷേകമാണ്. ഇത് സ്വീകരിക്കുക. ഇതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ. ഇത് സ്വീകരിക്കുന്ന വ്യക്തികൾ അനുദിനം ആത്മാവിൽ വളരും. അവൻ്റെ ജീവിതം കർത്താവിൽ ആനന്ദിക്കുന്നൊരു ജീവിതമായിരിക്കും. സഹനമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ആ വ്യക്തിയുടെ ആനന്ദത്തെ തടയുവാൻ ഈ ലോകത്തിൻ്റെ ഒരു പ്രതിസന്ധിക്കും സാധ്യമല്ല. ഇവിടെ യോഹന്നാൻ 15:7 2 കൊരിന്തോസ് 13:13 വചനം ഇതാണ്. എന്താണ്? ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ സ്നേഹവും അനുഗ്രഹം ഒരു വ്യക്തിയിലേക്ക് വരണമെങ്കിൽ, യേശുവിൻ്റെ കൃപ ഒരു വ്യക്തിയിലേക്ക് ഒഴുകണമെങ്കിൽ, ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൽ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്ന സകല നന്മകൾ, എന്താണ് നന്മകൾ? നമ്മൾ ആഗ്രഹിക്കുന്നൊരു നന്മയാണ് നമ്മുടെ കുടുംബം ഒന്ന് അനുഗ്രഹിക്കപ്പെടണം, അല്ലേ? ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ സാമ്പത്തികമായി ഉയരണം, നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവണം, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ മക്കൾ എന്തെങ്കിലും മോശകരമായി ഉണ്ടെങ്കിൽ അതിന് വിടുതൽ പ്രാപിക്കണം, നമുക്ക് പ്രാർത്ഥിച്ച് ഉയരണം ആത്മാവിൽ. ഇതെല്ലാം ആഗ്രഹമാണ്.
എന്നാൽ ഈ ആഗ്രഹമെല്ലാം ഉള്ളത് ദൈവരാജ്യത്തിലാണ് പ്രിയപ്പെട്ടവരെ. എവിടെയാണ്? ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. അവിടെയാണ് നമുക്ക് ആവശ്യമുള്ള സകല നന്മകളും വാരിക്കോരിയെടുക്കാം. ആ ദൈവരാജ്യത്തിലേക്ക്, ലോകരാജ്യത്ത് നിന്ന് പ്രവേശിക്കുക എന്നുള്ളത് ഒരു ആത്മീയ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉള്ളതാണ്. ഇന്ന് ലോകരാജ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഭക്താഭ്യാസങ്ങൾ ചെയ്യാം. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് നമ്മിൽ വസിക്കുകയാണ്. പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം, സകല മണ്ഡലങ്ങളും പൂത്തുലയും. അഹരോൻ്റെ വടി പൂത്തതുപോലെ പൂക്കും. പ്രിയപ്പെട്ടവരെ, സംഖ്യ 17:8 ഇവിടെ വചനം പറയുകയാണ്. യോഹന്നാൻ 15:7 വചനം പ്രകാരമാണ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. എന്താണ് പറഞ്ഞത് അവിടെ? 2 ഓപ്ഷൻ. എന്ന് നിങ്ങൾ എന്നിൽ വസിക്കുകയും, എന്താണ് നിങ്ങൾ? ശബ്ദമുയർത്തി വർദ്ധകരമുയർത്തി പറയാം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, ഒറ്റ കണ്ടീഷനാണ് കർത്താവ് പറഞ്ഞത്. 1 വസിക്കുക, 2 എൻ്റെ വാക്കുകൾ നിലനിൽക്കുക. വാക്കുകൾ എന്ന് പറയുന്ന വചനമാണ്. എങ്ങനെ വസിക്കാൻ സാധിക്കും? കർത്താവിൽ എങ്ങനെ നമുക്ക് വസിക്കാൻ സാധിക്കും? ഇതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതും നമ്മൾ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നതും 5 മേഖലയിലൂടെയാണ്, വചനത്തിലൂടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. 1 യോഹന്നാൻ 6:56 നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും. വിശുദ്ധ കുർബാനയായി കർത്താവ് നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. വലതുകരമേറ്റി പറയാം ഹല്ലേലൂയ. 2 1 യോഹന്നാൻ 4:13 ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വസിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ വാസം, അതെന്താണ് സംഭവിച്ചത്? ഇവിടെ വചനം പറയുന്നു, ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോ മാമോദിസയിലൂടെയും ആ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും കർത്താവ് തൻ്റെ ആത്മാവിനെ വർഷിച്ച് ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വീകരിക്കുന്നവരിൽ. ഓരോ വചന ശുശ്രൂഷയിലൂടെയും, ഓരോ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും, ഓരോ കുടുംബ പ്രാർത്ഥനയിലൂടെയും, ഓരോ വചനത്തിലൂടെയും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് നമ്മൾ സഹകരിക്കുമ്പോൾ യേശു നമ്മിൽ വസിക്കും. പ്രിയപ്പെട്ടവരെ, 3 എങ്ങനെയാണ് യേശു വസിക്കുന്നത്? അത് 1 യോഹന്നാൻ 4:12 ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. കരങ്ങളുയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. കൂടെയുള്ളവരെ സ്നേഹിക്കാത്ത ആത്മീയതയല്ല. അനുതാപമില്ലാത്ത ആത്മീയതയല്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മ വരുമ്പോൾ അടയാളം എന്താണ്? ആ വ്യക്തി പൊട്ടിക്കരയും. ആ വ്യക്തി തൻ്റെ ജീവിതത്തെ ഓർത്ത് നിലവിളിക്കാൻ തുടങ്ങും, കർത്താവേ തെറ്റുപറ്റി കർത്താവേ. പ്രിയപ്പെട്ടവരെ, 2 വലിയ പ്രത്യേകത എന്താണ്? ശക്തിയെല്ലാം വെളിപ്പെടും, കൃപാവരം വെളിപ്പെടും. പക്ഷെ അതിനു മുമ്പ് യഥാർത്ഥ കൃപ അഭിഷേകം ഉണ്ടെങ്കിൽ ആ വ്യക്തി സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും വ്യക്തിയായിരിക്കും. ആ വ്യക്തിയുടെ മുഖത്ത് പ്രത്യാശയുടെ ഒരു നിഴലുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒന്ന് ഷൈക്കൻ്റെ കൊടുത്ത് കർത്താവിനോട്, ഷൈക്കൻ്റെ കൂടെ തന്നെ പറഞ്ഞ് മുഖത്ത് നോക്കിയിരുന്നു, ഷൈക്കൻ്റെ കൂടെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. യെസ് യെസ്. നിങ്ങൾ ചിരിക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് നോക്കി. കർത്താവ് എന്ത് സന്തോഷമാണ്. കർത്താവിന് നമ്മൾ ഇങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ കർത്താവിന് എന്ത് സന്തോഷമായിരിക്കും. 4 കർത്താവ് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? 1 യോഹന്നാൻ 4:15 യേശു ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് പരിശുദ്ധ അഭിഷേകം സ്വീകരിക്കുന്നത്? അത് യേശുവിൻ്റെ കൂടെ വസിക്കാൻ, 2 യേശുവിനെ കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, ഞാൻ നിന്നെ അഭിഷേകം ചെയ്തു, ഞാൻ നിനക്കൊരു താലന്ത് നൽകി, നീ എത്ര തിരിച്ചെടുത്തു, നീ എത്ര ആത്മാക്കളെ നേടി, നീ എത്ര പേരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുമ്പോൾ നമ്മൾ യേശുവിനെ കൊടുക്കും.
അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മിലുള്ള യേശു ക്രിസ്തുവിൻ്റെ വാസം വർദ്ധിക്കാൻ തുടങ്ങും. കരങ്ങളേറ്റി പറയാം ഹല്ലേലൂയ. മറ്റൊരു വാസം അത് വചനമാണ് പ്രിയപ്പെട്ടവരെ. നിയമാവർത്തനം 30:14, റോമ 10:8 വചനം. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 5 വിധത്തിലാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മിൽ വസിക്കുന്നത്. ഈ 5 വിധത്തിൽ കർത്താവ് നമ്മെ വസിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ഈ 5 മേഖലയിലൂടെയും ദൈവത്തിന് നമ്മിലേക്ക് കടന്നു വരാൻ സാധിക്കും. 5ലും നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ചില വ്യക്തികൾ ഇപ്രകാരം എന്നോട് പറയാറുണ്ട്, എനിക്ക് പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ ഞാൻ വിശുദ്ധ കുർബാനയ്ക്കൊന്നും പോകില്ല. ഞാൻ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കും. നല്ല കാര്യമാണ്, ദാഹം വേണം, പ്രാർത്ഥന വേണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന മാറ്റി നിർത്തി ഒരു പ്രാർത്ഥന വേണ്ട. കാരണം വിശുദ്ധ കുർബാന നമ്മുടെ കൂടെ വസിക്കുവാൻ നമ്മുടെ കർത്താവ് ഇതാ സ്ഥാപിച്ച കുദാശയാണ് വിശുദ്ധ കുർബാന. കുർബാനയായി നമ്മുടെ കൂടെ വസിക്കുവാൻ കർത്താവ് ബലിയായി മാറിയിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധ കുർബാനയെ മാറ്റി നിർത്തി ഒരു ആത്മീയതയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു അഭിഷേകം വരുന്നുണ്ട്. കരമേറ്റി പറഞ്ഞു ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ മറ്റൊരു കാര്യം, ചില വ്യക്തികൾക്ക് ഇപ്രകാരം പറയാറുണ്ട്, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, മറ്റു പരിപാടികളൊന്നും എനിക്കില്ല. ഒരു സഹോദരൻ ഇപ്രകാരമാണ് എന്നോട് പറഞ്ഞത്, വീട്ടിൽ ഭാര്യയുമായി അടിയാണ്. അപ്പോൾ ഞാൻ അറിയുന്ന ഒരു സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, വീട്ടിൽ പ്രശ്നമാണ്. അപ്പം ഞാൻ ഈ സഹോദരൻ്റെ ഒരു എന്താ പറയുക, ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. സഹോദരൻ എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത്, ഇപ്പോൾ മാറ്റം വന്നു, ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും, വേറൊരു പരിപാടിക്ക് എന്നെ കിട്ടില്ല, വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ പോകും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഏത് മനോഭാവത്തിലാണ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നത്? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി 3 ആണികളാൽ പെടഞ്ഞു, നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചിന്തി വിശുദ്ധ കുർബാനയായി മാറി. നമ്മിൽ സ്നേഹത്തോടെ വസിക്കാനാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്, ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ എത്ര വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നതല്ല കർത്താവ് ചോദിക്കുന്നത്, എത്രമാത്രം വിശുദ്ധ കുർബാന നമ്മൾ വിശ്വാസത്തോടെ സ്നേഹത്തോടെ സ്വീകരിച്ചു എന്നുള്ളതാണ്. കരങ്ങളേറ്റി പറയാം ഹല്ലേലൂയ. ബന്ധമാണ് പ്രിയപ്പെട്ടവരെ, ബന്ധത്തിൽ നിന്നുകൊണ്ടുള്ള വിശുദ്ധ കുർബാന സ്വീകരണമാണ് ഒരു വ്യക്തി അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. ഇവിടെ വചനം പറയുകയാണ്, യോഹന്നാൻ 6:57, ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ആണ് ജീവിക്കുന്നത്. ഇവിടെ വചനം പറയുന്നു, ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. യേശു പറയാണ്, ഞാൻ ആര് മൂലം ജീവിക്കുന്നു? അപ്പോൾ അടുത്തെന്താണ് യേശു പറയണ്ടേ? നിങ്ങൾ ഞാൻ മൂലമാണ് ജീവിക്കുന്നത്. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. യേശു എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. കരങ്ങളെഴുതി പറഞ്ഞു ഹല്ലേലൂയ. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? യേശു എന്താണ് പറഞ്ഞത്? ഞാൻ മൂലം നിങ്ങൾ ജീവിക്കുന്നല്ല. എന്താണ് പറഞ്ഞത്? എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. എങ്ങനെ ഭക്ഷിക്കാൻ സാധിക്കും? യേശു ക്രിസ്തുവിൻ്റെ ശരീരം നമ്മിലേക്ക് കടന്നു വരുന്നത്, യേശുവിൻ്റെ ഹൃദയം നമ്മിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധ മെക്കിൽഡൽസ് ആ വിശുദ്ധ ഒരു ദർശനം കാണുകയാണ്. വിശുദ്ധ കുർബാനയുടെ മധ്യേ കർത്താവ് ഒരു വലിയൊരു സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അവിടെ നിന്ന് 2 അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സ്ഫടികം പോലത്തുള്ള ഒരു അരുവി കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ഒരു നദി അത് ആശ്വാസത്തിൻ്റെയും കൃപയുടെ നദിയാണ്. 2ാമത് നദി അത് പാപ വിമോചനത്തിൻ്റെ നദിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുദാശ വചനങ്ങൾ സമയത്ത് യേശു എഴുന്നേറ്റ് നിന്നു. തൻ്റെ 2 ഹൃദയങ്ങളും 2 കരങ്ങളിൽ പിടിച്ചു ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ ഈ വിശുദ്ധ കണ്ടെന്നാണെന്നറിയോ? ഇതിൽ നിന്നൊരു സൗഖ്യലേപനം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുർബാനയിൽ ധാരാളം മക്കൾ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഈ വിശുദ്ധ കണ്ടൊരു വളരെ വേദനിക്കുന്നൊരു കാര്യം, ഭൂരിഭാഗം വ്യക്തികളും ഈ ലേപനം സ്വീകരിക്കുന്നില്ല. എന്നാൽ കുറച്ച് മക്കൾ അത് ഹൃദയത്തോടെ പുഞ്ചിരിയോടെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അവരിൽ കർത്താവ് ജീവിക്കുന്നതായി ഈ വിശുദ്ധ കണ്ടു. മറ്റുള്ള വ്യക്തികൾ വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നതും കണ്ടു.
കരങ്ങളെത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, വിശുദ്ധ കുർബാന നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു ലഹരിയായി മാറണം. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ 2 വർഷം മുമ്പ് എനിക്കൊരു വലിയൊരു ഓപ്പറേഷൻ വന്നു. അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അത് എൻ്റെ ഉള്ളിൽ ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ സമയത്താണ് അറിയുന്നത്. അതിനുശേഷം ബയോപ്സി റിപ്പോർട്ടെല്ലാം ക്യാൻസർ ആയിരുന്നു. അതിനുശേഷം വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റൽ. അവിടെ ഓങ്കോളജി സെക്ഷൻ്റെ മെയിൻ ഡോക്ടർ സി കുമാർ എന്നെ ഓപ്പറേഷൻ ചെയ്തു. ഇവിടെ വലിയ സഹനത്തിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ എനിക്കൊരു വലിയൊരു കൃപ അന്ന് ലഭിച്ചത്, ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന എനിക്ക് നഷ്ടപ്പെട്ടില്ല. ഓരോ വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കുമ്പോഴും, ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്ന ദിവസവും ഞാൻ സിസ്റ്റേഴ്സ് പറഞ്ഞു എനിക്ക് വിശുദ്ധ കുർബാന വേണം. അപ്പോൾ അവർ പറഞ്ഞു സാധ്യത തീരെയില്ല. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയോ? അത്ഭുതം. നമ്മൾ എന്തുമാത്രം വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്നുണ്ടോ, അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ, അത്രമാത്രം കർത്താവ് നമ്മെ അടുത്തേക്ക് വരികയാണ്. അവിടെ എന്ത് സംഭവിച്ചെന്നറിയോ? അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. വന്ന് സാധാരണ സമയത്താണ് അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെങ്കിൽ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി, അവിടെ ആയിരങ്ങൾ അവിടെയുണ്ട്, പക്ഷെ കർത്താവ് എനിക്ക് വേണ്ടി, ഞാൻ പാപി, ഞാൻ ബലഹീന പാത്രം, എനിക്ക് വേണ്ടി മാത്രം കർത്താവ് വിശുദ്ധ കുർബാനയുടെ സമയം മാറ്റി എൻ്റെ കർത്താവ് വിശുദ്ധ കുർബാനയായി എൻ്റെ മുറിയിലേക്ക്, ഓപ്പറേഷൻ ദിവസം എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ വിശ്വസ്തനായ ദൈവമാണ്. കരങ്ങളെത്തി പറഞ്ഞു ഹല്ലേലൂയ. യേശുവിന് തിരുശരീര രക്തങ്ങളുടെ ശക്തി അത് അത്ഭുതകരമാണ്. അത് എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എല്ലാം റിപ്പോർട്ടുകളും ഇതാണ്, പ്രോബ്ലമാണ്. പ്രിയപ്പെട്ടവരെ, 1.5 വർഷം കൊണ്ട് ഒന്നും മാറ്റം വരില്ല എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവും ദിവ്യഗാനത്തിൻ്റെ ശക്തിയും എന്നിൽ ചലിക്കാൻ തുടങ്ങി. ആഴിയുടെ മേൽ ചലിച്ചതുപോലെ ചലിക്കാൻ തുടങ്ങി. ഓരോ വിശുദ്ധ കുർബാനയും ഞാൻ വികാരിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ വീട്ടിൽ വന്നാലും വിശുദ്ധ കുർബാനയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അച്ഛൻ പറഞ്ഞു, മോൻ്റെ ദാഹത്തെ ഞാൻ മാനിക്കുന്നു. അച്ഛനൊരു കൊച്ചച്ഛനെ അറേഞ്ച് ചെയ്തു. എൻ്റെ ബെഡ്റൂമിൽ കർത്താവ് വിശുദ്ധ കുർബാനയുമായി യേശു കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, 6 മാസമേ കഴിഞ്ഞുള്ളൂ. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ബയോപ്സി റിപ്പോർട്ട് എല്ലാം കടന്നു വന്നു. അതിൽ ക്യാൻസർ ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയോ? കർത്താവ് 6ാമത്തെ മാസം എന്നെ സുവിശേഷമായി ദേവാലയങ്ങളിൽ നിർത്താൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കരുത്. മെഡിക്കൽ സയൻസിൻ്റെ വാക്കുകൾ അല്ല നമ്മൾ കേൾക്കേണ്ടത്, കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുക. ലാസറിനെ കുഴിമാടത്ത് നിന്ന് ഉയർപ്പിച്ച കർത്താവിന് വിശുദ്ധ കുർബാനയിലൂടെ നിങ്ങളെ ഉയർപ്പിക്കുവാൻ സാധ്യമാണ്. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി വിളിച്ചേനെ യേശുവേ, ശക്തിയോടെ യേശുവേ. പ്രിയപ്പെട്ടവരെ, സഭാശ്രേഷ്ഠനായ മെർക്കന്ത്യൂസ് ഇപ്രകാരം പറയുന്നു, പരിശുദ്ധ കുർബാന എന്നത് ക്രിസ്തുവിൻ്റെ ഭണ്ഡാരം തുറന്ന് അവിടുത്തെ യോഗ്യതകൾ നമുക്ക് വിധിച്ചു തരികയാണ്. അതായത് വലിയൊരു നിധി, ആ നിധി ജനത്തിൽ നിന്ന് അന്തമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അനേകർക്ക് ഇന്ന് വിശുദ്ധ കുർബാന മിസ്സാകുന്നത്. ആ നിധി തുറക്കുകയാണ് വിശുദ്ധ കുർബാന സമയത്ത്. വിശ്വസിക്കുന്നവർക്ക് ആ നിധിയിൽ നിന്ന് കർത്താവ് പകർന്നു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് നിധി സ്വീകരിക്കുന്നവർക്ക് അന്ന് മുതൽ അത്ഭുതമാണ്, അടയാളങ്ങളാണ്, അഭിഷേകമാണ്. ഇതാ വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ ഇപ്രകാരമാണ് പറയുന്നത്. എന്താണ് വിശുദ്ധ കുർബാന സംഭവിക്കുന്നത്? വിശുദ്ധ കുർബാന സമയത്ത് ഇതാ കർത്താവ് ഇതാ കുദാശ വചന സമയത്ത് കർത്താവിന് ശരീരം മുറിക്കുകയാണ്. മുറിക്കുന്ന സമയത്ത് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുകയാണ്. ഈ തിരുമുറിവുകൾ കുർബാനയുടെ മധ്യേ ദൈവപിതാവിന് ഇതാ കാണിച്ചു കൊടുക്കുകയാണ് യേശു. ഇപ്രകാരം പറയും, പിതാവേ, ഇതെൻ്റെ മുറിവുകളാണ്, ഇതെൻ്റെ മുറിവുകളാണ്. എൻ്റെ മകൻ ഇതാ, എൻ്റെ മകൾ ഇവിടെ ഇരിക്കുന്നു. എൻ്റെ മകൾ ഇതാ അങ്ങയുടെ മുന്നിൽ, എൻ്റെ മുന്നിൽ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. എൻ്റെ മകളെ അങ്ങ് കാക്കണമേ. അവളുടെ പാപങ്ങൾ അങ്ങ് ഓർക്കരുത്, കാരണം അവളുടെ പാപങ്ങൾ ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. ശക്തമായ അഭിഷേകം ഇപ്പോൾ വരുന്നുണ്ട്. 2 കരം ഉയർത്തി സ്തുതിച്ചേനെ ഹല്ലേലൂയ. യേശു നമ്മുടെ പാപ പരിഹാര ബലിയാണ്. കർത്താവേ, ഏറ്റെടുക്കണമേ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ സകല മക്കളെയും ഇപ്പോൾ പാപ കുറ്റബോധത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ഈശോയും. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 2 യേശു നമ്മുടെ പാപ പരിഹാര ബലിയാണ്. കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. പിതാവേ, ഇത് ഞാൻ പരിശുദ്ധനായ അങ്ങയുടെ പൊന്നുമകൻ
ഞാനിത് അങ്ങയ്ക്ക് വേണ്ടി മുറിക്കപ്പെടുകയാണ്. അങ്ങയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ മക്കൾക്ക് വേണ്ടി. പ്രിയപ്പെട്ടവർ, ദൈവം കേൾക്കാതിരിക്കൂ? യോനാ പ്രവാചകന്റെ പ്രസംഗം കേട്ട് നിനവയിലെ രാജാവ് ചാക്കൊടുത്ത് ചാരം പൂശി രാജാവിൻ്റെ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്ന് നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാജാവും കർത്താവുമായ യേശു ക്രിസ്തു തൻ്റെ മഹത്വം വിട്ടിറങ്ങി വന്ന് ഒരു ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു മനുഷ്യനാം ദൈവമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ബെത്ലഹേമിൽ ഒരു പുൽക്കൂട്ടിൽ പിറന്ന് നമുക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിച്ച് ഒന്നുമില്ലായ്മയിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും താഴെപ്പെട്ടവനായി കുരിശുമരണം സ്വീകരിച്ച നമ്മുടെ കർത്താവിൻ്റെ എളിമ, നമ്മുടെ രാജാവിൻ്റെ എളിമ ദൈവപിതാവ് സ്വീകരിക്കാതിരിക്കുകയില്ല. നിനയെ രാജാവിൻ്റെ എളിമ കണ്ട് ദൈവം ആ രാജ്യത്തിൻ്റെ മേലുള്ള ശിക്ഷ മാറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കർത്താവും രാജാവുമായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനവും എളിമയും താഴ്മയും വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതാ പിന്നെ പാപത്തിനോ പീഡകൾക്കോ ശിക്ഷാവിധിക്കോ പിന്നീട് സംഭവം കാരണമല്ല. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, രണ്ടാമത് എങ്ങനെയാണ്, ഞാൻ പെട്ടെന്ന് പോകാൻ സമയം പെട്ടെന്ന് പോകുന്നു. രണ്ടാമത് കർത്താവ് നമ്മെ വാഴുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയുടെ ദൗത്യവും പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യവും രണ്ട് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയരുത്, എനിക്ക് പരിശുദ്ധാത്മ മാത്രം മതി, എനിക്ക് വചനം മാത്രം മതി, എനിക്ക് കുർബാന മാത്രം മതി. അങ്ങനെയല്ല. ഓരോന്നിനും ഒരു ദൗത്യമുണ്ട്. വിശുദ്ധ കുർബാന കർത്താവ് നമ്മിൽ വസിക്കാനാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുന്നു യോഹന്നാൻ 14:15-16. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ശരിയല്ലേ? പാലിക്കാൻ പറ്റൂ? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പാലിക്കാൻ പറ്റും എന്നാണ് കർത്താവ് പറയുന്നത്. പക്ഷെ നമ്മൾ എത്ര പ്രാവശ്യം വീണ് പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മൾ എത്രയോ അല്ലേ, നമ്മൾ എത്രയോ വീണ്. എന്താണ് കാരണം എന്നറിയോ? അതിനുശേഷമാണ് കർത്താവ് യോഹന്നാൻ 14:16 പറയും. എന്താണ്? ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കും, മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. കരങ്ങളുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കൽപ്പനകളും പാലിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ, ഞാനിപ്പോൾ ഈ ഷർട്ട് ഇട്ടിട്ടുണ്ടല്ലോ, ഈ ഷർട്ടിൻ്റെ ഉള്ളിലത്തെ കൈ നിങ്ങൾ കാണുന്നില്ല. എൻ്റെ ഈ കൈ അനങ്ങണമെന്നാണ് കാണുന്നത് ഷർട്ട്. പക്ഷെ ഇതുപോലെ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് പാപത്തെ ചെറുത്ത് തോൽപ്പിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തുന്നത്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് പ്രതിസന്ധികളിലും എന്നെ വിശ്വാസത്താൽ ഉറപ്പിച്ച് നിർത്തുന്നത്. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് എന്നെ എന്താ പറയുക, ആത്മീയതയിൽ വളർത്ത. എൻ്റെ ഒന്നുമല്ല, ഞാനൊരു ഉപകരണം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് എന്നെ തന്നെ വിട്ടുകൊടുക്കുക. അതാണ് CCC പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ എന്ത് ചെയ്തെന്ന് അറിയോ? അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും അത്ഭുതം പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന് പരിശുദ്ധ അമ്മ ഒരു അവസരം കൊടുത്തു. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ മെഡ്ജുഗോറിയിൽ പോയപ്പോൾ കണ്ടൊരു സംഭവം ഇതാണ്. മെഡ്ജുഗോറിയിൽ ഞാൻ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് മെഡ്ജുഗോറിയിൽ പോകണം. ഞാൻ എവിടെ പോയാലും മെഡ്ജുഗോറി ഒരു അനുഭവം പറയുമായിരുന്നു. അപ്പം എവിടെ പോയാലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു അനുഭവം പറയും. പ്രത്യേകിച്ച് മെഡ്ജുഗോറിയ. അതിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയം വിജയം നേടും, സോഫിയ ബുക്ക് ഇറക്കിയിട്ടുള്ള പുസ്തകമാണ്. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ സാഹചര്യമൊന്നുമില്ല, അതുകൊണ്ട് ഫണ്ട് വേണം, വിസ ലഭിക്കണം, ഒക്കെ പ്രതികൂലമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി നിഷ്കളങ്കമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വാതിൽ തുറന്നിരിക്കും. ഹല്ലേലൂയ. എനിക്കൊരു ദിവസം വാതിൽ തുറന്നു കിട്ടി. പ്രിയപ്പെട്ട, അത്ഭുതകരമായി കർത്താവ് എല്ലാം ക്രമീകരിച്ചു. വിസ ലഭിക്കാൻ ഡൽഹിക്ക് പോകേണ്ടി വന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ മെഡ്ജുഗോറിയിൽ എത്തുകയാണ്. എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. ഞാൻ പ്രസാദിച്ചോണ്ട് പറഞ്ഞു, 15 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അല്ലേ. ഭക്ഷണം പോലും ശരിക്കും കഴിച്ചിട്ടില്ല, ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷെ പ്രിയപ്പെട്ടവർ, അവിടെ ചെന്നപ്പോൾ എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. ഒരു പ്രത്യേകമായൊരു ശക്തി എന്നിൽ പ്രവർത്തിക്കുകയാണ്. അതെന്ത് ശക്തിയാണ്? പരിശുദ്ധാത്മ ശക്തിയാണ്. ദൈവത്തിന് വേണ്ടി നമ്മെ ചലിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ട, ആ ശക്തി എന്നിൽ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ റൂമിൽ തന്നെയായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, സാധിച്ചാ എനിക്ക് പെട്ടെന്ന് പള്ളി പോകണം. ഞാൻ പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി പെട്ടെന്ന് പള്ളി പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച മെഡ്ജുഗോറിയിൽ ആയിരങ്ങൾ ഓടിക്കൂടുകയാണ്.
എല്ലാ രാജ്യക്കാർ എനിക്കത് കണ്ട് സന്തോഷിക്കും. അതുപോലെ ഞാൻ അതിശൻ ദേവാലയത്തിൽ ചെന്നു, ദൈവിക സക്കറിയ മുമ്പിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയുടെ മുമ്പിൽ മുട്ടുകുത്തി ജപമാല ധ്യാനിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഏങ്ങലടി ശബ്ദം കേൾക്കുന്നു. എന്താണ് ഏങ്ങലടി ശബ്ദം എന്നറിയോ? അവിടെ ഇരിക്കുന്ന ചില സായിപ്പ്മാരും മദാമ്മമാരൊക്കെ ഇരുന്ന് പൊട്ടിക്കരയാണ്. അവർക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? സമ്പത്തിനോ ഒന്നിനും കുറവില്ല അവർക്ക്. പക്ഷേ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് അവിടെ ജപമാലയാണ് വലിയൊരു ഗ്രൗണ്ടിൽ. അതിനുശേഷം വിശുദ്ധ കുർബാന, പൊതു ആരാധന. ഞാൻ കണ്ട കാഴ്ച ഇതാണ്. എല്ലാ ഭാഷകളിലും അവിടെ കുംസാരമുണ്ട്. ലോകത്തിന് കുംസാരക്കൂടാണ്. അനേകർ അവിടെ ഇന്ന് കുംസാരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? കഠിനപാപികൾ അവിടെ വന്ന് ഇത് പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ അനുദപിച്ച് പൊട്ടിക്കരഞ്ഞ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കിടന്നവൻ ആരാധിച്ച് കുമ്പസാരിച്ച് പുതിയ വ്യക്തികളായി പോകുന്ന കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത്. കരങ്ങൾ വീശി പറഞ്ഞ ആവേ മരിയ, ആവേ മരിയ. ഇതാണ് പരിശുദ്ധാത്മാവ്. ഒരു പരിശുദ്ധൻ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിന് ദൈവപിതാവിൻ്റെ ഹിതത്തിന് സമ്പൂർണ്ണമായി വിട്ടുകൊടുത്ത, യേശുവിൻ്റെ അമ്മയാകാൻ തൻ സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ച പരിശുദ്ധ അമ്മ ഇതാ സ്വർഗം വിട്ടിറങ്ങി വരുന്ന സ്ഥലത്ത് ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇതാ തീജ്വാലകളായി കടന്നു വരുവാൻ നമ്മൾ ഓരോ നിമിഷവും ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം ഇതെന്താണ് നമ്മളെ സഹായിക്കുന്നത്? യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ സഹായിക്കും. ഗലാത്യ 5:16 വചനം ഇപ്രകാരം വചനം പറയുകയാണ്. ഞാനിപ്പോൾ പറയുന്നത് വലതുകരമുയർത്തി ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷമാണോ? ക്ഷീണമുണ്ടോ? ഇല്ല. ഓക്കെ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന നമ്മുടെ ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പോൾ ഒന്നും പറയണ്ട. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മീയ ഭൗതിക ആവശ്യം കർത്താവ് ഇടപെടുന്നുണ്ടെന്നേ ഉറപ്പ്. ഗലാത്യ 5:16 വചനം എന്താണ് പറയുന്നത് അറിയോ? വചനം ഇപ്രകാരം പറയുന്നത് എന്താണ്? നിങ്ങൾ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. വാക്ക് വിത്ത് സ്പിരിറ്റ്. പ്രിയപ്പെട്ടവർ, ഇത് കീയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രേരണയ്ക്കും ഹിതത്തിനും ഞാൻ വഴിവിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷയ്ക്ക് യാതൊരു പ്രയോജനമുണ്ടാകുകയില്ല. നമ്മുടെ ജീവിതങ്ങളിൽ അപ്രകാരം തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വന്തം ജീവിത പങ്കാളിയോട് ക്ഷമിക്കുവാനും സ്നേഹിക്കാനും സാധിക്കുകയുള്ളൂ. കരങ്ങളെത്തി പറഞ്ഞോ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളിലും ഭൗതികമായും ആത്മീയമായ കാര്യങ്ങളിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ വാതിലുകൾ തുറക്കപ്പെടാൻ തുടങ്ങും. അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയ ശക്തിയോടെ പറഞ്ഞു ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അല്ലെങ്കിൽ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. അങ്ങനെ പരിശുദ്ധാത്മാവാണ് വാതിൽ തുറക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ ഈ ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വവും ശക്തിയും വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ് ഒരു അനുഭവം. ഞാൻ പെട്ടെന്ന് പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്ലിയർ ആവും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി വചനഭാഗങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്ന വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? എസെക്കിയേൽ 39:29 വചനം ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഇസ്രായേൽ ഭവനം ആരാണ്? നമ്മളാണ്. വലതുകരം ഉയർത്തിയേറ്റി പറഞ്ഞ് ഇസ്രായേൽ ഭവനത്തിൽ നിന്ന്, ശബ്ദമുയർത്തി, ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ, ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ അതിൻ്റെ മേൽ വർഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്താ പേര്? ഷൈനി സഹോദരി. കർത്താവ് പറയാണ്, ഞാൻ ഷൈനി സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരിക്കുകയില്ല. എന്താണ് കാരണം? ഷൈനി സഹോദരിയുടെ മേൽ ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വെറുതെ വർഷിക്കില്ല, അതുപോലെ ദാഹിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, ഞാൻ ഇസ്രായേൽ ഭവനത്തിന് മേൽ എൻ്റെ കണ്ണ് തിരിച്ചിക്കില്ല, ഞാൻ മുഖം മറക്കില്ല. കാരണം ഞാൻ എൻ്റെ ആത്മാവിനെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി ആത്മാവിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ
പിന്നെ ദൈവപിതാവിൻ്റെ കണ്ണുകൾ അവൻ്റെ മേൽ ഉടക്കിയിരിക്കും. അവൻ എവിടേക്ക് പോകുന്നു, കർത്താവ് അവൻ്റെ കൂടെ നടക്കും. അവൻ എന്ത് ചോദിക്കുന്നു, അതിൽ കർത്താവ് പ്രവർത്തിക്കും. അവൻ്റെ ആഗ്രഹത്തിൻ്റെ മേൽ കർത്താവ് ചലിക്കാൻ തുടങ്ങും. അവൻ്റെ പ്രതിസന്ധിയുടെ മേൽ കർത്താവ് ചലിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു അഭിഷേകം വരുന്നുണ്ട്. ശക്തിയോട് സ്തുതിച്ചേൻ. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ, ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ, ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഗ്ലോറി ഈശോയേ. ഒറ്റ വചനം കൂടി, യെശയ്യാ 32:14. ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപുഷ്ടമാവുകയും ചെയ്യും. എന്താണ് സംഭവം? ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വന്നില്ലെങ്കിൽ മരുഭൂമി തന്നെയാണ്. ആത്മജീവിതത്തിന്റെ സമ്പന്നത നമുക്കറിയാൻ പറ്റില്ല. വരണ്ട് കിടക്കും, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, സാമ്പത്തികമായി ഞെരുക്കം, വീട്ടിൽ ജോലി ലഭിക്കുന്നില്ല, വീട്ടിൽ ഒരു കാര്യം നടക്കുന്നില്ല. എന്താണ് കാരണം? ആത്മാവ് വർഷിക്കപ്പെട്ടിട്ടില്ല. മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ആത്മാവിനോട് ദാഹമില്ല. അതാണ് സത്യം. ഒരു സഹോദരിയെ കുറിച്ച് ഞാൻ പറയുകയാണ്. സഹോദരി പേര് ഓമന എന്നാണ്. ആ സഹോദരി പ്രത്യേകത, സഹോദരിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടല്ല, 2 വയസ്സുള്ളപ്പോൾ, കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോൾ ആ സഹോദരിയുടെ ഭർത്താവ് ഓമന ചേച്ചി ഉപേക്ഷിച്ചു പോയി. നിങ്ങളത് ആരോട് പറയരുത്. ചങ്ങനാശ്ശേരിക്കാരോട് ആയതുകൊണ്ട് ഞാൻ പറയണേ, ആരോട് പറയില്ലല്ലോ, ഉള്ള സംഭവം തന്നെയാണ്. സഹോദരി വീട് എവിടെയെന്ന് ഞാൻ പറയണില്ല. അങ്ങനെ ഈ ഓമന ചേച്ചി എന്ത് സംഭവിച്ചെന്നറിയോ? 2 വയസ്സുള്ള കുഞ്ഞിന്, ആൺകുട്ടിക്കായി, വല്ലാത്ത വേദനയിലാണ് കുടുംബം. അന്ന് മുതൽ ഈ ഓമന ചേച്ചി കടുത്ത വിദ്വേഷത്തിലാണ്. ഒറ്റ ധ്യാനത്തിൽ പോലും പങ്കെടുക്കാൻ വിളിച്ചവരില്ല. എന്നാൽ കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ഹൃദയം കർത്താവിനെ തുറന്നു കൊടുത്തിട്ടില്ല. അനുതാപത്തിൻ്റെ ഒരു ശകലം പോലുമില്ല. കടുത്ത വെറുപ്പ്, വിദ്വേഷം എന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഭക്തി കാര്യങ്ങൾ. എന്നാൽ വീട്ടിൽ ഒന്നും നടക്കുന്നില്ല. മരുഭൂമി അവസ്ഥയാണ്, വറ്റി വരണ്ട് കിടക്കുന്ന അവസ്ഥയാണ്, അവസ്ഥ. ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ മറ്റൊരു സഹോദരി, ഇതേ അനുഭവം, ഇതേ വർഷം ആ സഹോദരി ഹസ്ബൻഡ് 2 വയസ്സുള്ളപ്പോൾ ആ മകളെ ഇട്ടുപോയി. മെരീന എന്നാണ് ആ സഹോദരി പേര്. മെരീന ചേച്ചി പ്രത്യേകത, ഉപേക്ഷിച്ച് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓടി പള്ളി വന്നു. ഇവിടെ കിടന്നു നിലവിളിച്ച്, കർത്താവേ എനിക്ക് പറ്റുന്നില്ല, കർത്താവിന് ക്ഷമിക്കാൻ കൃപ നൽകണമേ, കർത്താവേ എന്നെ സഹായിക്കണമേ, എൻ്റെ ചേട്ടൻ വിട്ടു പോയി. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആ മകളെ അവൾ വെച്ച് തൊട്ടു. ആ പിറ്റേ ദിവസം തന്നെ ആ സഹോദരി ബാഗ് എടുത്ത് ഒരു ധ്യാനത്തിന് പോവുകയാണ്. ധ്യാനത്തിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് ആ സഹോദരി അഭിഷേകം ചെയ്തു, ഉന്നതമായൊരു അഭിഷേകം കൊടുത്തു. പിന്നീട് ആ സഹോദരി പറയാണ്, എപ്പോഴും ഞങ്ങളുടെ ഇടയ്ക്ക് വിളിക്കും, ഒറ്റ കാര്യം ചോദിക്കുള്ളൂ, ബ്രദർ എൻ്റെ വേറൊരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് ആ സഹോദരി തീയാണ്. പ്രിയപ്പെട്ടവരെ, ചേട്ടൻ ഹസ്ബൻഡ് തിരിച്ചു വന്നിട്ടില്ല, എന്നാൽ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചു. മകനെ കർത്താവിന്, ഈ മകൾക്ക് ചെറിയ ജോലി ആദ്യം കിട്ടി. പക്ഷെ ഇന്ന് ഒരു ബാങ്കിലാണ് ആ സഹോദരി. ആ ബാങ്കിൽ തന്നെ ഏറ്റവും അവരെ ടോപ്പ് ലെവൽ, ഇന്ത്യയിൽ തന്നെ ടോപ്പ് ലെവലാക്കി ഉയർത്തി. എന്താണ് കാരണം? എസെക്കിയേൽ 47:9, ജീവനദി ഒഴുകുന്നിടത്തെല്ലാം, പരിശുദ്ധാത്മ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ഈശോയേ. ആരാധന പരിശുദ്ധാത്മാവേ, ആരാധന. മൂന്നാമത് ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എനിക്ക് എത്ര ദിവസം പറഞ്ഞാലും മതിയാകില്ല. വിശുദ്ധകുർബാനെ കുറിച്ച് അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ സമയം കഴിയുകയാണ്. മൂന്നാമത് കർത്താവ് നമ്മെ വസിക്കാൻ കർത്താവ് വിളിക്കുകയാണ്, സ്നേഹം. സ്വന്തം ജീവിത പങ്കാളിയെ ഞാൻ ഉദാഹരണം പറയും. ഞാനൊരു യാത്ര കഴിഞ്ഞൊരു ദിവസം വരികയാണ്. യാത്ര കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരൻ ഇപ്രകാരമാണ് പറഞ്ഞത്. ശരിക്കും സഹോദരി തന്നെയാണ്, സഹോദരനല്ല, സഹോദരിയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് സഹോദരൻ മാറ്റി പറഞ്ഞപ്പോൾ നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് പേര് പറയണില്ല. സഹോദരി തന്നെയാണ്. ഒരു യാത്രയാണ്. ഈ യാത്രയിൽ പോയിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ആ സഹോദരി വന്ന് പറഞ്ഞു, ബ്രദർ എനിക്കൊരു വേദന പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, പറയുക. ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ ബൈബിൾ പഠിക്കുന്ന വ്യക്തിയാണ്. ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ ഇടവകയിൽ കേരളിസം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളൊരു ക്ലോസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് വളരെ തുറന്ന് സംസാരിക്കുകയാണ്. ഞാൻ എൻ്റെ ഇടവകയിൽ ഏറ്റവും പാരമ്പര്യ കുടുംബത്തിലെ വ്യക്തിയാണ്, തറവാട്ടുകാരാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു. അതിനുശേഷം വളരെ രഹസ്യമായ ചെവിയിൽ എന്നോട് പറഞ്ഞു, വീട്ടിൽ തകർച്ചയാണ്, ഒരു ദിവസം പോലും കരയാതെ ഉറങ്ങിയിട്ടില്ല. ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല?
എന്തുകൊണ്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിനൊരു പുരോഗതി വരുന്നില്ല? ഇത് അനേകരൊരു വേദനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു ആയുധമുണ്ട്. കൃപ എന്നാണ് അതിൻ്റെ പേര്. ആ കൃപ ആക്റ്റീവാക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ട ചില തലങ്ങളുണ്ട്. അത് ശ്രമിച്ചില്ലെങ്കിൽ അത് കെട്ടപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, കരങ്ങളുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് ഈ സഹോദരി പ്രകാരം പറയുമ്പോൾ എന്നോട് പറയാണ്, കർത്താവ് പറയാണ്, എന്താണ് ഈ ഉത്തരം പറയുക? എല്ലാവരും എന്നേക്കാളും കൂടുതൽ വചന ആൾക്കറിയാം. കർത്താവ് എന്നോട് പറയാണ്, ഇപ്രകാരമാണ് പറയേണ്ടത്. അവളുടെ ഹൃദയത്തിലേക്ക് ആത്മാവിനെ സ്വീകരിക്കുവാൻ അവൾക്ക് പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അവൾ ഉൾവസിക്കുന്ന പരിശുദ്ധാത്മ പ്രേരണയാൽ ഒരു വ്യക്തിയെ പോലും ഒന്ന് സ്നേഹിക്കാനോ ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാനോ ഒന്ന് സഹായിക്കാനോ അവൾക്ക് പറ്റുന്നില്ല. 1 പത്രോസ് 4:8 സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. യേശുവിന് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണ്? യോഹന്നാൻ 13:34-35 ഞാൻ നിങ്ങൾക്ക് കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. 1 കൊരിന്ത്യർ 13:1-13 വരെ വാക്യങ്ങൾ. 13 വാക്യം പറയുന്നു, സ്നേഹമാണ് സർവോകൃഷ്ടം. സ്നേഹമില്ലാത്തൊരു ആത്മീയ ജീവിതം വരണ്ട് കിടക്കുന്ന ഒരു പൊട്ടക്കിണറാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെത്തി വീണ്ടും തകർച്ച വർദ്ധിക്കുന്നു? എന്താണ് കാരണം എന്നറിയൂ? എന്തിനാണ് നമ്മൾ ധ്യാനം കൂടുന്നത്? എന്തിനാണ് വചനം കേൾക്കുന്നത്? എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കൃപ സ്വീകരിക്കാനാണ്. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. എന്തിനാണ് കൃപ സ്വീകരിക്കുന്നത്? കൃപ കൊടുക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ ഉള്ളിൽ വസിക്കുന്ന, എനിക്ക് 10 ലക്ഷം രൂപ തന്നു കർത്താവ്. എന്തിനാണ് തന്നെന്നറിയോ? കൊടുക്കുവാൻ. ഞാനത് കുഴിച്ചിട്ടാലോ ഞാനും നശിക്കും, ആ പണവും നശിച്ചു പോവില്ലേ? ഇതുപോലെ അനേകര് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു സമ്പത്തുണ്ട്. ചിലപ്പോൾ വചനമാകും, ചിലപ്പോൾ ഒരു പുഞ്ചിരിയായിരിക്കും, ഒരു ആശ്വാസ വാക്കായിരിക്കും, ചിലപ്പോൾ ഒരു നന്മയായിരിക്കും, ചിലപ്പോൾ ഒരു 100 രൂപയായിരിക്കും, ചിലപ്പോൾ 10,000 രൂപയായിരിക്കും. ഞാനത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ കെട്ടപ്പെട്ടു പോകും. ഇന്ന് അനേകർ ഇപ്രകാരം കെട്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൃപ പ്രവർത്തിക്കുവാൻ അവർ സ്വയം വിട്ടുകൊടുക്കുന്നില്ല. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഒരു രഹസ്യമാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം എന്താണ്? അത് നമ്മൾ കർത്താവിന് കൊടുക്കണം. ഞാൻ ചെത്തിപ്പുഴ നാളെ അവിടെ പാല ചെത്തിമറ്റ ധ്യാനമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ യാചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബേബിച്ചൻ ബദർ, എനിക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ ബേബിച്ചൻ ബദറിനോടും ടീമുകളോട് പറയുന്നൊരു കാര്യമാണ്, ഈ കൂട്ടായ്മയെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു. ഇതിൽ ഈ 5ാമത്തെ കാര്യം കൂടുതലായി സംഭവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി മാറണം. നമ്മൾ യേശു ക്രിസ്തുവിനെ കർത്താവും രാജാവുമായി ഏറ്റുപറയണം. നമ്മൾ ഏറ്റുപറയുമ്പോഴാണ് മറ്റുള്ള ഒരു വ്യക്തി കർത്താവിനെ അറിയുന്നത്. പിന്നീട് എന്ത് സംഭവിക്കുന്നറിയൂ? യേശു ക്രിസ്തു തൻ്റെ പിതാവും തൻ്റെ ആത്മാവുമായി നമ്മിൽ വസിക്കാൻ തുടങ്ങും. കരങ്ങളെത്തി പറഞ്ഞ ഹല്ലേലൂയ. ഒരു ദിവസം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ട. ഇന്നലെ ഞാൻ ഓർക്കുകയാണ്, കണ്ണൂർ ഒരു ശുശ്രൂഷ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അവിടെ ആവിലാസദൻ എന്ന് പറഞ്ഞൊരു ശുശ്രൂഷ സ്ഥലത്ത് അവിടെ പോയപ്പോൾ എനിക്ക് വലിയൊരു ഭാഗ്യമുണ്ടായി. ഞാൻ വിളക്കന്നൂർ പോയി. എന്താണ് വിളക്കന്നൂർ? കേട്ടിട്ടില്ലേ? ദിവികാന അത്ഭുതം. അങ്ങനെ എല്ലാവരും പോകണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവിനെ നമ്മൾ സ്വർഗത്തിൽ കാണുന്നതിന് മുമ്പ് ദിവ്യഗാനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മുഖം കാണാൻ ലഭിച്ച അവസരം നിങ്ങൾ നിഷേധിക്കരുത്, നഷ്ടപ്പെടുത്തരുത്. എന്ത് വില കൊടുത്തും നിങ്ങൾ വിളക്കന്നൂർ പോയി നമ്മുടെ കർത്താവിനെ തിരമുഖം കണ്ട് കർത്താവിനെ ആരാധിക്കണം. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഒരു അത്ഭുതമാണ്. ശേഷം ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ബസ്സിൽ എൻ്റെ കൂടെ ഇരുന്ന് ഒരു ആൺകുട്ടി പേര് ചോദിച്ചു. എന്താണ് പേര്? പറഞ്ഞു അഷറഫ് എന്നാണ് പേര്, മുസ്ലിമാണ്. ചോദിച്ചു എന്താണ്? എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വചനപ്രഘോഷകനാണ്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധൻ പറയാണ്, ഇതാണ് അവസരം, നീ ഉപയോഗിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ മകനോട് അവിടെ ഇരുന്ന് ഒരു 15 മിനിറ്റ് സുവിശേഷം പറഞ്ഞു. ഞാൻ കടുത്ത പാപിയായിരുന്നുവെന്നും ഞാനൊരു ആത്മഹത്യയുടെ മുന്നിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയതും ഞാൻ നിലവിളിച്ചപ്പോൾ യേശു ഇറങ്ങി വന്നതും എന്നെ തൊട്ടതും എന്നെ രൂപാന്തരപ്പെടുത്തിയതും എന്നെ സൗഖ്യമാക്കിയതും എന്നെ ഉപയോഗിക്കുന്നതും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതും എല്ലാം 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 എനിക്ക് ആ വ്യക്തിയോട് പറയാനുള്ള അവസരം കർത്താവ് നൽകിയത് എന്തുകൊണ്ടാണ്? എനിക്കത് പറയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കരങ്ങളുയർത്തി പറഞ്ഞു ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, അനുദിനം ഇപ്രകാരം നമ്മൾ പറയാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മിൽ വസിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ കൂട്ടായ്മ ഏകദേശം ഒരു 5-6 അച്ഛന്മാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ട ഞങ്ങളുടെ തട്ടിൽ മെത്രോപൊലീത്ത, എൻ്റെ സ്വന്തം ഏറ്റവും അടുത്തുള്ള ഒരു പിതാവിനെ പോലെ വർഷങ്ങൾക്ക് മുൻപ് പിതാവിൻ്റെ കൂടെ മിഷനിലൊക്കെ പോയി വേല ചെയ്യാനെല്ലാം കർത്താവ് എന്നെ അനുവദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആ ഒരു കൂട്ടായ്മയിലൂടെ എനിക്കിത് ലഭിച്ച ആ നന്മകളെ ഓർത്ത് ഞാൻ കർത്താവ് നന്ദി പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്, തട്ടിപിതാവും കൂടി ഞങ്ങൾ ഒരുമിച്ചൊരു സ്ഥലത്ത് പോയി, ബലാപ്പൂർ. അവിടെ വെച്ചൊരു സംഭവം, അവിടെ ഒരു ജഹാം എന്ന് പറഞ്ഞൊരു വിജാതിയൻ, പൈസയില്ല, വീട് ചറ്റക്കുടിലാണ്, അപ്പൻ കിടക്കുന്നത് പുറത്താണ്, വീടില്ല എന്ന് പറഞ്ഞാൽ വീടില്ല. പക്ഷേ ആ മകൻ കർത്താവിനെ കണ്ടുമുട്ടി. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ആ മകനിൽ യേശു വസിക്കുന്നത് ഞാൻ കണ്ടു. എന്താണ് കാരണം അറിയൂ? ആ മകൻ ചെറിയൊരു വരുമാനമുള്ള വർഷാപ്പിൽ ജോലിയാണ്. ആ വരുമാനം എല്ലാ ദിവസവും കൂട്ടിയെടുത്തിട്ട് എന്ത് ചെന്ന് അറിയൂ? വലിയൊരു കുരിശ് ഉണ്ടാക്കി ഗ്രാമത്തിൽ സ്ഥാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങൾ അവിടെ കണ്ട അത് തട്ടിൽ മെത്രോപൊലീത്തയാണ് അത് കുദാശ ചെയ്തത്, വെഞ്ചരിച്ചു. അതിനുശേഷം ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയൂ? അനേകം വിജാതിയർ അവിടെ വന്ന് ആ കുരിശിനെ തൊട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം യേശുവിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മകൻ്റെ ഹൃദയത്തിൽ യേശു വസിക്കുമോ? വസിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ടതാണ് യേശുവിന് കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ യേശുവിന് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? കുടുംബത്തിൽ നമ്മൾ യേശുവിനെ പ്രഘോഷിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കാം. നമ്മൾ മറ്റുള്ളവരെ സ്നേഹത്തോടെ കാണണം, സ്നേഹത്തോടെ പെരുമാറണം. ഇന്ന് നമ്മൾ ചെത്തിപ്പുഴ ധ്യാനം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇവിടെ ധ്യാനം ധ്യാനം കൂടി എന്നതിൻ്റെ അടയാളം എന്തായിരിക്കണം? വലതുകരം എത്തി പറഞ്ഞ് ഹല്ലേലൂയ. എന്തായിരിക്കണം? എന്തായിരിക്കണം ധ്യാനം കൂടി എന്നതിൻ്റെ അടയാളം? ഒന്നും മിണ്ടണില്ലല്ലോ. സംസാരം ഞാൻ തൃശ്ശൂരായതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ നിർത്തി പറഞ്ഞ് ക്ലിയർ അല്ലേ? മെസ്സേജ് എനിക്ക് സന്തോഷമായി. ആൾ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കണം? നമ്മൾ എങ്ങനെ അറിയണം? നമ്മുടെ വീട്ടിലാരൊക്കെയുണ്ട്? ഹസ്ബൻഡ്. ഓക്കെ. എങ്ങനെയായിരിക്കണം ധ്യാനം കൂടിയെന്ന് നമ്മൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എങ്ങനെ അറിയണം? ഷൈക്കിൻ്റെ ഒരു ഗിഫ്റ്റ് കർത്താവ് തരുന്നു. ഹല്ലേലൂയ. ഇങ്ങോട്ട് വന്നു, കമോൺ. ഹസ്ബൻഡ് ഉണ്ടല്ലോ. ആരാ ഹസ്ബൻഡ് എവിടെയാ? വെരി ഗുഡ്. ജെയിംസ് ബ്രദർ, പ്രൈസ് ദി ലോർഡ്. കമോൺ, അവിടെ തിരിഞ്ഞു നിൽക്കാം. നോക്കിക്കോ. യെസ്, നോക്കണം. ഡോക്ടർ നോക്കിക്കോ. മുഖത്ത് കണ്ട? പ്രൈസ് ദി ലോർഡ്. കണ്ട? യെസ്. ഇത് കൃപയാണ്. ഞാൻ പറയുമ്പോൾ അഭിഷേകം വരാണ്. കൃപയാണത്. കൈയടിച്ചു, നല്ലൊരു കൈയടി കൊടുക്കുക. ഇതാണ് പ്രിയപ്പെട്ട. ഇത് നഷ്ടപ്പെട്ടു പോയി ഇന്ന് പലർക്കും. ഗ്രേറ്റ്. ഇരിക്കാം. ഇത് നഷ്ടപ്പെട്ടു പോയി. സഹോദരിമിൽ അഭിഷേകം വരുന്നുണ്ട് കേട്ടോ, അഭിഷേകം വരുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല. ഇന്ന് ധാരാളം വ്യക്തികൾ കൂടിയ പോലെയേക്കാൾ വേദനയിലാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ആയിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മുടെ മേൽ പകർന്ന അഭിഷേകം നമ്മൾ പകരണം. ഹല്ലേലൂയ. യോഹന്നാൻ 2:8 ഇനി പകരുക. വെള്ളം പകർന്നപ്പോഴാണ് അത് വീഞ്ഞായി മാറിയതെങ്കിൽ നമ്മളിൽ പകരപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്നേഹം പകരുമ്പോഴാണ് മറ്റുള്ളവർ യേശുവിലേക്ക് വരുന്നതും യേശു നമ്മിൽ വസിക്കാൻ തുടങ്ങുന്നതും. അതുകൊണ്ട് പുഞ്ചിരിയോടെ, സ്നേഹത്തോടെ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പരിശുദ്ധാത്മ വ്യാപരിക്കുക. ബാക്കിയെല്ലാം കർത്താവ് ചെയ്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ആരാധന സമയത്ത് പ്രത്യേകമായി നമുക്ക് ഒരു നിയോഗം വയ്ക്കാം. എന്താണ്? ദൈവത്തിൻ്റെ ചൈതന്യം നമ്മിൽ വളരണം. ദാനിയേൽ 6:3 പറയുന്നു, അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉള്ളതുകൊണ്ട് ദാനിയേലിനെ കർത്താവ് ബാബിലോണിൽ ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ദൈവികത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ചൈതന്യം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സകല ചങ്ങലകളും പൊട്ടാൻ തുടങ്ങും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചൈതന്യം, കൃപയും സ്വീകരിക്കുവാൻ നമ്മിൽ തടസ്സമുള്ള സകലതയും മാറ്റിവെക്കുക. കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുക, അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുക. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവേ, മക്കളിൽ വന്ന് നിറയണമേ.
ദൈവത്തിന്റെ ആത്മാവി മക്കളിൽ വന്ന് നിറയണമേ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. ചൈതന്യം നിറയട്ടെ. ശക്തി നിറയട്ടെ. ലോർഡ് അനോയിന്റിംഗ് ഗ്ലോറി. പരിശുദ്ധാത്മാവേ, ദിവികാൻ ആരാധനയായി ഞങ്ങൾ ഇപ്പോൾ അങ്ങേ സ്നേഹിക്കുമ്പോൾ കൃപ പകരണമേ. കരങ്ങൾ കൊപ്പിപ്പിടിച്ച് മുട്ടമേൽ നിന്ന് അതവനെ ആരാധിക്കുന്നു. ദൈവപുത്രാരാധന, യേശുനാഥാരാധന, ദൈവപുത്രാരാധന, യേശുനാഥാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ഹോശാന ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹോശാന ഹല്ലേലൂയ. ഹോശാന ഹോശാന ഹല്ലേലൂയ. ഹോശാന ഹല്ലേലൂയ. ഹോശാന ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹോശാന ഹല്ലേലൂയ. സ്നേഹത്തോടെ സമാധാന പ്രഭുവേ ആരാധന. ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന. ആരാധന. ആശ്വാസപ്രദനേ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവൻ ആരാധന. ഹോശാന ഹല്ലേലൂയ. ഹോശാന ഹോശാന ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹോശാന ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹോശാന ഹല്ലേലൂയ. ഹോശാന ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹോശാന ഹല്ലേലൂയ. രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് ഹോശാന ഈശോയേ, ഹോശാന ഉദ്ധിതനായ യേശുവിനെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ. യേശുവേ, ഹോശാന ഹോശാന യേശുവേ, ഹോശാന ഹല്ലേലൂയ. ഹോശാന 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 ഹല്ലേലൂയ. ഹോശാന ഹോശാന. കരങ്ങളടിച്ച് ഹോശാന ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹോശാന ഹോശാന. മാലാഖമാരോടൊപ്പം ഹോശാന ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹോശാന ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹോശാന ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. 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 രണ്ട് കരങ്ങൾ കുത്തിപ്പിടിച്ച് വലിയ സ്നേഹത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാനീശോക്കേ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ ഈ സമയം ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജാതിരാജാവായ കർത്താവ്, സ്വർഗത്തെയും ഭൂമിയുടെയും രാജാവായി ദിവ്യകാരുണ്യമായ യേശു നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്കാണ് ആരാധന. ലൂക്കാറ് 19 വചനം, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി എന്നാണ് വചനം പറയുന്നത്. ഈ സമയം ദിവ്യഗാനത്തിൽ നിന്ന് ഒരു ശക്തി ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദാഹിക്കുന്ന വ്യക്തികളിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക് യേശു ഒരു ചാനൽ ഇതാ നിർമ്മിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു ചാനൽ, ശക്തിയുടെ ചാനൽ. ആ ചാനൽ സ്വീകരിക്കുക, ഹൃദയത്തുറവിയോട് സ്വീകരിക്കുക.
നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളും ഭാരങ്ങളും ഇപ്പോൾ കർത്താവിന് കൈമാറുക. പ്രിയപ്പെട്ടവരെല്ലാ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും പരാജയങ്ങളും ഇപ്പോൾ കർത്താവിന് കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുക. ഇതൊരു കൈമാറ്റത്തിൻ്റെ സമയമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവ് എന്തിനാണ് കുരിശിൽ കിടന്ന് പിടഞ്ഞത്? നമ്മെ സ്വതന്ത്രരാക്കാനാണ്. ഗലാത്യ 5:1 ദൈവമക്കൾ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം. അടിമത്തത്തിൻ്റെ നുകം തകരാൻ വേണ്ടിയാണ് യേശു കാലുവരി കുരിശിൽ പിടഞ്ഞത്. അടിമത്തത്തിൻ്റെ നുകത്തിൽ പിന്നിലായിടും നമ്മൾ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും തകർച്ചയുടെ എല്ലാം അടിമത്തത്തിൽ. എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായി മാറി. നമ്മുടെ പാപങ്ങളെല്ലാം യേശു ഏറ്റെടുത്തു. ആ കർത്താവ് നമ്മെ നോക്കി പറയുകയാണ്, എൻ്റെ സ്വാതന്ത്ര്യം നീ സ്വീകരിക്കുക. എന്നിലേക്ക് നിന്റെ വേദനകളെല്ലാം എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈ ലോകത്തെ മുഴുവൻ സ്വീകരിക്കുവാൻ തക്കവിധം എൻ്റെ ഹൃദയം വിശാലമാണ്. യേശുവിന് തിരുഹൃദയം തുറന്നിരിക്കുകയാണ് ഈ സമയം. എല്ലാവരും അതിലേക്ക് പ്രവേശിക്കുക. യോഹന്നാൻ 10:9 യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്ത് പ്രവേശിക്കുകയും പുറത്തു പോകുകയും മേച്ചിൽ പുറം കണ്ടെത്തുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഇന്ന് അനേകം വ്യക്തികൾക്ക് മേച്ചിൽ പുറം കിട്ടുന്നില്ല. ആത്മീയമായും ഭൗതികമായും പുൽപ്പുറങ്ങൾ കാണാൻ പറ്റുന്നില്ല, പച്ചപ്പ് കാണാൻ പറ്റുന്നില്ല, അനുഗ്രഹം സ്വീകരിക്കാൻ പറ്റുന്നില്ല. എന്താണ് കാരണം? യേശുവിലേക്ക് യഥാർത്ഥത്തിൽ പ്രവേശിച്ചിട്ടില്ല. യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുക. മഗ്ദല മറിയം പ്രവേശിച്ചു. ആ നല്ല കള്ളൻ യേശുവിൻ്റെ ബലിയിൽ പങ്കെടുക്കുക മാത്രമല്ല, അവൻ്റെ സ്നേഹത്തിലേക്ക് പ്രവേശിച്ചു. യേശു പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു അവസരമാണ്. യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ പ്രവേശിക്കുക, സ്നേഹത്തോടെ പ്രവേശിക്കുക. നമ്മുടെ എല്ലാം ബലഹീനതകളും കുറവുകളും നന്മകളും എല്ലാം കർത്താവിന് കൈമാറ്റുക. കർത്താവ് ഏറ്റവും നല്ല നമുക്ക് തിരിച്ചു നൽകാൻ പോവുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മുറിപ്പാടുകളെയും കൊടുക്കുക. ഫെബ്രുവരി 13:8 യേശു ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണ്. നമ്മുടെ ഇന്നലകളിലേക്ക് കടന്നു വന്ന് നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ യേശുവിന് സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക. യേശു യഥാർത്ഥത്തിൽ ഇവിടെയുണ്ട്. ദിവ്യഗാന യേശു തന്നെയാണ്. വിശ്വസിക്കുക. വിശുകുർബാന യേശു തന്നെയാണ്. വിശ്വസിക്കുക. 2 കരം ഉയർത്തി. നമ്മൾ ആരുമാരെയും നോക്കണ്ട. ഇത് വ്യക്തിപരമായ ഒരു ബന്ധമാണ്. യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് അവനോട് നിലവിളിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നില്ല. ഇഷ്ടംപോലെ കരയാൻ സാധിക്കുന്നത് കരയാം, പുഞ്ചിരിക്കാൻ സാധിക്കുന്നത് പുഞ്ചിരിക്കാം, സ്തുതിക്കാൻ സാധിക്കുന്നത് സ്തുതിക്കാം, ഭാഷാവധി സ്തുതിക്കുന്നത് ഭാഷാവധി സ്തുതിക്കാം, പാടാൻ സാധിക്കുന്നത് പാടാം. എന്തു വേണമെന്ന് കർത്താവ് പറയുന്നില്ല. എല്ലാവരും കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവ്, ഇപ്പോൾ അങ്ങയോട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ കർത്താവെ അങ്ങ് തിരുഹൃദയത്തിൽ സ്വീകരിക്കണമേ. കർത്താവെ, അവർ നെഞ്ച് പിളർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അവരെ തൊടണമേ. അങ്ങ് അവരെ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. അവരെ കണ്ണുനീരുകളെ സ്വീകരിക്കണമേ. വേദനകളെ സ്വീകരിക്കണമേ. അവരെ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയണമേ. വർഷങ്ങളായി അവർ അനുഭവിക്കുന്ന ബന്ധനക്കെട്ടുകളെ, പാപച്ചങ്ങലകളെ, രോഗക്കെട്ടുകളെ അങ്ങ് പൊട്ടിച്ചെറിയണമേ. വർഷങ്ങളായിട്ടുള്ള അവരെ തലമുറയുടെ ബന്ധനങ്ങൾ അങ്ങ് തകർക്കണമേ. യേശു 58:12 വചനമായി അയക്കുന്നു. ഗലാത്യ 3:13 വചനമായി അയക്കുന്നു. കൊളോസ്യസ് 2:14-15 വചനമായി അയക്കുന്നു. 1 യോഹന്നാൻ 3:8 വചനമായി അയക്കുന്നു. തലമുറയുടെ മേൽ പിശാച് ഭരണം നടത്തുന്ന സകല ബന്ധനങ്ങളെ യേശുനാമത്തിൽ ഇപ്പോൾ നിർവീര്യമാക്കുന്നു. ശ്രേഷ്ഠ അഭിഷിക്തരോട് ചേർന്ന്, സഭാപിതാക്കന്മാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ, വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, സകല വിശുദ്ധാത്മാക്കളുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ കൂട്ടായ്മയ്ക്കെതിരെ നിൽക്കുന്ന പൈശാചിക പീഡകൾ യേശുനാമത്തിൽ ഇപ്പോൾ നിർവീര്യമാക്കപ്പെടട്ടെ. 2 കരമുയർത്തി വിളിക്കുന്നു, യേശുവേ, പോരെ പോരെ യേശുവേ, ശക്തിയോടെ യേശുവേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് അനേകം വ്യക്തികൾ കർത്താവ് വിടുതലയക്കുകയാണ്. ശക്തമായ വിടുതലാണ്. ഒരു ഹാർട്ട് രോഗിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നുണ്ട്. നമുക്ക് ഈ സമയം കരമടിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ ഈ സമയത്ത് തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും. കല്ലറകൾ തുറക്കും. എസ്ഐകൾ 37:13 കല്ലറകൾ തുറന്ന് ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. കർത്താവ് നമ്മെ എഴുന്നേൽപ്പിക്കുന്ന സമയമാണ് ആരാധന.
കർത്താവിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവുമായി ഒന്നിച്ചു ചേരുന്ന സമയമാണ് ആരാധന. ഇത് പരിശുദ്ധാത്മൻ്റെ സമയമാണ്, സ്നേഹത്തിൻ്റെ സമയമാണ്, സ്വർഗം നമ്മിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഒരിക്കൽ കൂടി കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചൈതന്യം കൊണ്ട് നമ്മൾ നിറയാൻ ഒത്തിരി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം എന്ന് ബ്രദർ നമ്മോട് ആവശ്യപ്പെടുകയുണ്ടായല്ലോ. ഇന്നത്തെ സുവിശേഷം നിങ്ങൾ ശ്രദ്ധിച്ചുവെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ അവസാനത്തെ സ്ഥാനം ഏറ്റെടുക്കുക എന്നാണ്. നമ്മൾ സാധാരണ ചില ഫംഗ്ഷനിൽ പോകുമ്പോൾ മുൻപിൽ കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആകരുത്. ഏറ്റവും അവസാനത്തെ സ്ഥാനം ഏറ്റെടുക്കാൻ കർത്താവ് പറയുന്നുണ്ട്. എളിമയുള്ളവരായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ദൈവത്തിൻ്റെ ചൈതന്യത്തിലിരിക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു പുണ്യം എളിമയാണ്. എളിമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ചൈതന്യങ്ങളിൽ നിറയും, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിറയുകയും ചെയ്യും, മക്കളിൽ നിറയും. മാതാപിതാക്കന്മാർ എളിമയുണ്ടെങ്കിൽ മക്കളിലും എളിമയുള്ളവരായി തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു വരും. അപ്പം നിങ്ങൾ ഈ എളിമയെപ്പറ്റി അഗസ്തീനോസ് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യം ഏതാണ്? എളിമ. അതിനുശേഷം ഏത് പുണ്യം? എളിമ. അതിനുശേഷമോ എളിമ. 3 പ്രാവശ്യം എളിമ, എളിമ. അമ്മത്രിശ പറയുന്നുണ്ട് ഏറ്റവും സന്തോഷിക്കുന്നവർ എളിമയുള്ളവരാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് അഹങ്കാരം, എളിമയുടെ അഹങ്കാരം പുണ്യത്തിൻ്റെ എതിരാണല്ലോ എളിമ. അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ പറയും അഹങ്കാരം പൊങ്ങച്ചം പറയുന്ന ഒന്നുമല്ല. കള്ളം പറയുക, കുറ്റം പറയുക, വിമർശിക്കുക, ശാപവാക്കുകൾ പറയുക, കലവുണ്ടാക്കുക, അസൂയ ഉണ്ടാക്കുക, ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ ഭാവങ്ങളാണ്. ഇതിലേത് രണ്ടുമെന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഞാൻ അഹങ്കാരിയാണ് നിങ്ങൾ ഉള്ളിൽ സ്വീകരിക്കണം കർത്താവിനോട്. അതെങ്ങനെ മാറ്റിക്കളയുന്നത്? വചനം കിടപ്പുണ്ട്, അഹങ്കാരികൾ എൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് കർത്താവിന് മുമ്പിൽ നമുക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. അഹങ്കാരികൾ ചിതറിച്ച് കളയുമെന്ന് മാതാവിന് സ്തോത്രഗീതത്തിൽ പറയുന്നുണ്ട്. അഹങ്കാരികൾക്ക് ഒന്നും കൊടുക്കുകയില്ല, അവർ ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിടുമെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ പ്രാർത്ഥനയൊന്നും കേൾക്കത്തില്ല. ഈ പ്രീശൻ്റെ പ്രാർത്ഥന, ചുങ്കക്കാരനും പ്രീശൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രീശൻ്റെ പ്രാർത്ഥന കേൾക്കാതിരുന്ന കാരണം അഹങ്കാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും വരുന്നുണ്ട്, കുർബാന സംബന്ധിക്കുന്നൊക്കെ നിങ്ങൾ എളിമ നിങ്ങൾ വളർത്തിയെടുക്കണം. എങ്ങനെയാണ് അഹങ്കാരത്തിൻ്റെ വചനങ്ങളെ കർത്താവിനോട് പറയണം. കർത്താവേ, അഹങ്കാരത്തിൻ്റെ വചനം നിൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് സാധിക്കത്തില്ല. ഈശോ മുമ്പിൽ നിൽപ്പുണ്ട്. ഈശോയോട് സംസാരിക്കണം. എനിക്ക് മുമ്പിൽ വരണം, നിന്നോട് സംസാരിക്കണം, നിൻ്റെ മകനായിട്ട് എനിക്ക് ജീവിക്കണം. ഞാൻ എളിമയുണ്ടല്ലേ സാധിക്കത്തുള്ളല്ലോ. നിന്നോട് ചേർന്ന് എനിക്ക് നിൽക്കണം, എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടണം. അഹങ്കാരം ലഭിക്കത്തില്ലല്ലോ. അങ്ങനെ കർത്താവിനോട് സംസാരിക്കണം. ഇനി എളിമയുണ്ടെന്ന് എന്തെല്ലാം ഒത്തിരി സന്തോഷമുണ്ടാകും, സംതൃപ്തി ഉണ്ടാകും, ആനന്ദമുണ്ടാകും. എല്ലാ കുരിശുകളും സന്തോഷവും സ്വീകരിച്ച് കർത്താവ് സമ്മാനമായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ആരെയും നമ്മൾ കുറ്റം പറയത്തില്ല, വിമർശിക്കത്തില്ല, ശാപവാക്കുകൾ പറയത്തില്ല. എപ്പോഴും പുഞ്ചിരിയോടുകൂടി എല്ലാവരോടും. എളിമയുള്ള കുടുംബങ്ങളിൽ ദൈവം വസിക്കുന്ന കുടുംബമാണ്. ഈശോ കൂടെ പോയിരുന്ന ദാസൻ്റെ ഭവനം അവിടെ എളിമയുണ്ടായിരുന്നു. 3 പേരിൽ എളിമയുണ്ടായിരുന്നു. നമ്മുടെ ഭവന കർത്താവ് വന്ന് സ്ഥിരമായി വസിക്കണമെങ്കിൽ എളിമ വേണം. നിങ്ങൾ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് എടുത്ത് സ്വകാര്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈശോയോട് സംസാരിക്കണം. ഇന്ന് പ്രത്യേക അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. എളിമയില്ലെങ്കിൽ നമ്മളൊന്നുമല്ല, 0 മാത്രമാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ കിട്ടും. നിങ്ങളും എളിമയുള്ളവരാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളും അതുപോലെ വളർന്നു വരും. അവർ നല്ല നിലയിൽ അവരെത്തിക്കുകയും ചെയ്യും. എല്ലാവരും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന. എളിമയുള്ളവരായി ജീവിക്കുക കൃപാവരം നൽകണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ മക്കളെ ഒത്തിരി ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വീട്ടിലെ ജോലിയിൽ അപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. വചനം കേൾക്കുന്നതിന് വേണ്ടി നിൻ്റെ ചൈതന്യം നിറയാനുള്ള നല്ല മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്, എളിമയുള്ളവരിൽ കരുണയുണ്ടായിരിക്കും, അവർ ദൈവസ്നേഹം ഉണ്ടായിരിക്കും. എല്ലാ പുണ്യങ്ങളും അതിനോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാ പുണ്യങ്ങളും എളിമയാകുന്ന ചരടിലാണ് ഓർക്കപ്പെടുക. എല്ലാ പാപങ്ങളും അഹങ്കാരമാകുന്ന ചാരലാണ് ഓർക്കപ്പെടുക എന്ന് വിശ്വസിച്ചുകൊണ്ട് എളിമയ്ക്ക് ആഗ്രഹിക്കുവാനും എന്നും നിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനും ഇവിടെ കൃപയും മക്കൾക്ക് നൽകണമേ. ഞാൻ ഇന്ന് കൈവച്ച് ആശീർവദിക്കുമ്പോൾ ഈ ഒരു പുണ്യത്തിന് വേണ്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും ഉള്ളിൽ പറയട്ടെ, ഞാൻ കർത്താവിൻ്റെ ദാസനാണെന്ന് ഈശോ പറഞ്ഞതുപോലെ എല്ലാ പുരുഷന്മാരും എല്ലാ പിതാക്കന്മാരും പറയട്ടെ. അങ്ങനെ ഈ വലിയ ആഗ്രഹത്തോടുകൂടി ഇവരുടെ ഭവനത്തിലേക്ക് പോവുകയും ഞാൻ കർത്താവിൻ്റെ ദാസനാണെന്ന് എളിമയോടുകൂടി കർത്താവ് ഏറ്റുപറഞ്ഞ് ജീവിക്കാൻ കൃപാവരം നൽകുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനേക്കും ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ട അഭിഷിക്തൻ നമ്മുടെ മേൽ കരം വയ്ക്കുമ്പോൾ യേശു തന്നെയാണ് കരം വയ്ക്കുന്നത്. നമുക്ക് യേശുവിനെ നോക്കാം, യേശുവിനെ ആരാധിക്കാം. എളിമ എന്ന പുണ്യം ഞങ്ങളിൽ കവിഞ്ഞൊടുക്കട്ടെ, സ്നേഹം നിറയട്ടെ.
കൃപകൾ നിറയട്ടെ. തീ പോലെ ഇറങ്ങണമേ, പരിശുദ്ധാത്മാവേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുക്കണമേ. തീ പോലെ ഇറങ്ങണമേ, പരിശുദ്ധാത്മാവേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുക്കണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ അത്ഭുത ശക്തി ഞങ്ങളിൽ നിറയട്ടെ. സ്നേഹത്തിന്റെ മക്കളായി ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, എളിമയോടെ ജീവിക്കുവാൻ കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആത്മജീവിതത്തെ കരുത്തുള്ളതാക്കി മാറ്റണമേ. കൃപാവരങ്ങളാൽ ജ്വലിപ്പിക്കണമേ. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ കരമടിച്ച് മഴയായി പെയ്യണമേ. കരം ഉയർത്തിയടിച്ച് കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, പരിശുദ്ധാത്മാവേ, ആഹാബ് വിറച്ച പോലെ മഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, പരിശുദ്ധാത്മാവേ, പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുക്കണമേ. രണ്ട് കരങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന മക്കളിൽ അനവധി കൃപകളെ പകരണമേ. സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ യേശുനാമത്തിൽ. അത്ഭുത രോഗശാന്തികൾ, അത്ഭുത അടയാളങ്ങൾ അനുതാപത്തിന്റെ ആത്മാവേ വ്യാപരിക്കണമേ. ഗ്ലോറി 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 ഗ്ലോറി. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,
എന്നുമെന്നും അങ്ങേക്കാരാധന.